സെബാസ്റ്റ്യൻ പോൾ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, NM പിയേഴ്സൺ, ദാമോദർ പ്രസാദ് എന്നിവർ ഇപ്പോൾ സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി ചേരുകയാണ്. VS-നെ അനുസ്മരിക്കാൻ ആദ്യം ശ്രീ ദാമോദർ പ്രസാദിലേക്ക്. ദാമോദർ, ഈ കാലഘട്ടത്തിൽ എന്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് VS-ന്റെ വിടവാങ്ങൽ? തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം മുതലാളിത്ത ചൂഷണത്തിൻ്റെയും മറ്റു തരത്തിലുള്ള ജാതി പിശാചികളൊക്കെ തന്നെ ഓരോ ദിവസവും വർഗീയത വെളിച്ചു വിളമ്പുന്ന കാലഘട്ടത്തിൽ VS അതിനെതിരെയുള്ള ശക്തമായ പോരാട്ടത്തെയാണ് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. VS അവശേഷിപ്പിച്ചു പോയതും ആ പോരാട്ടത്തിൻ്റെ വലിയ സമരചരിത്രമാണ്. അതായത് AKGക്ക് ശേഷം പോരാട്ടം എന്ന വാക്ക് കേരളത്തിൽ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാവിന് ചേരുന്നുണ്ടെങ്കിൽ അത് VS-ന് മാത്രമായിരിക്കും. ആ പോരാട്ടത്തിൻ്റെ ചരിത്രം അവശേഷിച്ചിട്ടെന്നും ഇനിയും അത് തുടരേണ്ടതുണ്ടെന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം VS-ന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട. രണ്ടാമതായിട്ട് VS നമുക്കറിയാവുന്ന പോലെ തന്നെ നവോത്ഥാനത്തിൻ്റെ രണ്ടാം തലമുറ എന്നൊക്കെ പറയാം. ഒരുപക്ഷെ നവോത്ഥാനം രണ്ടാം തലമുറയ്ക്ക് നവോത്ഥാനത്തിൻ്റെ പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ സൃഷ്ടിയാണ് VS. അപ്പോൾ കാര്യം നവോത്ഥാനം ശ്രീനാരായണ ആശയങ്ങൾ കിളച്ചുമറിച്ച മണ്ണിലാണ് VS ഉയർന്നു വന്നിട്ടുള്ളത്. ആ ആശയങ്ങൾക്ക് വർദ്ധിച്ച പ്രാധാന്യമുള്ള കാലത്ത് നമ്മൾ കാര്യം ആ ആശയത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട്, ആ ആശയത്തിൻ്റെ മഹത്വത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട് ജാതി പിശാചികൾ അതിഭീകരമായി താണ്ഡവമാടുന്ന കാലത്ത് ജാതി പിശാചികളുടെ തിണ്ണം തിരങ്ങാത്ത ഒരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. അതാണ് നമ്മളിപ്പോഴും ഓർക്കുന്ന നിമിഷം. കാര്യം ഈ നിമിഷം നമുക്ക് ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ജാതി രാഷ്ട്രീയക്കാരെ തിണ്ണം തിരങ്ങാത്ത അത്രയും ഊർജ്ജസ്വലമായ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. ആ ഓർമ്മ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മശുദ്ധീകരണത്തിനും പുതിയ രാഷ്ട്രീയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനും പോരാട്ടം മുന്നോട്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയ കാര്യം. ശരി, ഡോക്ടർ സെബാസ്റ്റ്യൻ പോളുമുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അങ്ങ് എങ്ങനെയാണ് അനുസ്മരിക്കുന്നത് VS അച്യുതാനന്ദനെ? അത് നമ്മെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച്, പോരാട്ടം എന്ന 3 അക്ഷരങ്ങൾ VS എന്ന 2 അക്ഷരങ്ങളിൽ ഒതുങ്ങിയ ചരിത്രമാണ് ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് തികച്ച അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമ്മൾ ഓർത്തെടുക്കുന്നത്. VS പല മൂല്യങ്ങളുടെയും വക്താവായിരുന്നു, പ്രതീകമായിരുന്നു, വിപ്ലവത്തിന്റെ സജീവമായ പ്രതീകമായിരുന്നു, അർത്ഥവത്തായ പര്യായമായിരുന്നു എന്നൊക്കെ പറയുന്നത് കേവലമായ അതിശയോക്തി മാത്രമല്ല. അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെതായ ശരികൾ ഉണ്ടായിരുന്നു. ആ ശരികൾ സ്വന്തം പാർട്ടിയുമായി തന്നെ ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹത്തെ അലട്ടിയിട്ടില്ല. VS ശരി എന്ന് കരുതുന്നത് അത് കേരളവും ശരിവെച്ചിട്ടുണ്ട്. ആ ശരികളുടെ ആകത്തുകയിൽ നിന്നാണ് VS എന്ന പ്രതിഭാസം ഇപ്പോൾ ഈ അനുസ്മരണ രൂപത്തിൽ കേരളമൊട്ടാകെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. VS അദ്ദേഹത്തിൻ്റെതായ പ്രയാസങ്ങളുടെ കാലമൊക്കെ നമുക്കറിയാം. പുന്നപ്രയിൽ എന്ന് പറയുമ്പോൾ വിപ്ലവത്തിന്റെ നാടായിരുന്നു. ഒരുപക്ഷെ അന്ന് അവസാനിച്ചു പോകേണ്ട ഒരു ജീവിതമായിരുന്നു ഇപ്പോൾ നൂറ്റാണ്ട് പിന്നിട്ട് നിരവധി സമരമുഖങ്ങൾ, പോർമുഖങ്ങൾ തുറന്ന് കേരളീയ ജനതയുടെ ആശയും പ്രത്യാശയുമായി ഒരു പ്രസ്ഥാനത്തെ വളർത്തിയെടുത്ത് അതിന്റെ നടുനായക സ്ഥാനത്ത് VS എന്ന ആ 2 അക്ഷരത്തിൽ അറിയപ്പെടുന്ന അച്യുതാനന്ദൻ എന്ന സഖാവിനെ ജനങ്ങൾ പ്രതിഷ്ഠിക്കുന്നത്. ശരി, ദാമോദർ പ്രസാദ്, ഇവിടെ ഇന്നിപ്പോ പിണറായി വിജയന്റെ ഓരോ വാക്കുകളും കേരളം ശ്രദ്ധാപൂർവമാണ് കേട്ടുകൊണ്ടിരുന്നത്. വളരെ ചുരുക്കിയാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ പറയുന്ന കൂട്ടത്തിലൊരു ഭാഗം ഉണ്ടായിരുന്നു. നിയമസഭാ പ്രവർത്തനത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ഏടു വരുന്നത് പ്രതിപക്ഷ നേതാവായി അദ്ദേഹം പ്രവർത്തിച്ചപ്പോഴായിരുന്നു. അതും കേരളത്തിലൊരു പുതിയ അനുഭവം ഉണ്ടാക്കിയതുമാണ് എന്നായിരുന്നു പിണറായി വിജയന്റെ ആ വാചകങ്ങൾ. ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും ചൂണ്ടിക്കാട്ടുകയുണ്ടായി, VS പറയുന്നതാണ് ശരി, ജനങ്ങളുടെ ശരി എന്ന രൂപത്തിലേക്ക് അത് മാറിയിരുന്നു എന്ന്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ശരി എന്നതിലേക്ക് VS ഊന്നിയ കാര്യങ്ങളിലൊക്കെ എത്രത്തോളം പാർട്ടി പിന്തുണയുണ്ടായിരുന്നു? പിണറായി വിജയൻ അതും കേരളത്തിലൊരു പുതിയ അനുഭവം ഉണ്ടാക്കിയതാണ് എന്ന് പറയുമ്പോൾ അതിൽ പിണറായി വിജയനും ഒരു പുതിയ അനുഭവം ഉൾക്കൊള്ളേണ്ട അവസ്ഥ അതിലുണ്ടായിരുന്നോ? പിണറായി വിജയൻ കേരളത്തിൽ പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നിട്ടല്ലോ. VS ദീർഘകാലം പ്രതിപക്ഷ നേതാവായിരുന്നു. VS മുഖ്യമന്ത്രി നിലയ്ക്കും ഒരു പുതിയ അധ്യായം കേരളത്തിൽ സൃഷ്ടിച്ച ഒരാളാണ്. കേട്ടില്ല ഞാൻ എന്താ പറഞ്ഞത്? ദാമോദർ, VS-നെ പറ്റി പിണറായി പറഞ്ഞതാണ്. അതിൽ തന്നെ അദ്ദേഹം പ്രധാനമായി എടുത്ത് ചൂണ്ടിക്കാട്ടിയത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒരു പുതിയ അനുഭവമായിരുന്നു എന്നാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VS നടത്തിയ സമരങ്ങൾ അത് ഭരണപക്ഷത്തോട് മാത്രമായിരുന്നോ? പുതിയ അനുഭവം എന്ന് അതിപ്പോൾ പിണറായി വിശേഷിപ്പിക്കുമ്പോൾ ഒരർത്ഥത്തിൽ അത് പിണറായിക്കും പുതിയ അനുഭവങ്ങൾ നൽകിയ ഘട്ടമായിരുന്നോ? തീർച്ചയായിട്ടും വേണുവിൻ്റെ ചോദ്യത്തിൻ്റെ മർമ്മസ്ഥാനത്ത് പറയുന്ന VS പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും
മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും VS ഉന്നയിച്ച രാഷ്ട്രീയം എന്നുള്ളത് ഒരു നൈരന്തര്യമുള്ള രാഷ്ട്രീയമായിരുന്നു. പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് VS അന്ന് ഉന്നയിച്ച രാഷ്ട്രീയം ഭൂമാഫിയക്കെതിരെയായിരുന്നു, നികൃഷ്ടർക്കെതിരെയായിരുന്നു, വെറുക്കപ്പെട്ടവർക്കെതിരെയായിരുന്നു. നമുക്കറിയാം ഓരോ തരം മാഫിയവൽക്കരണത്തിനെതിരെയായിരുന്നു VS പ്രതിപക്ഷ നേതാവായിട്ട് പ്രവർത്തിച്ചത്. അതിൻ്റെ നൈരന്തര്യത്തിൽ തന്നെ VS മുഖ്യമന്ത്രിയായിട്ടും ഇതിൻ്റെ നടപടികളായിട്ടാണ് നമ്മൾ കാണുന്നത്. മൂന്നാറിൽ VS പ്രവർത്തിച്ചത്, പലതരത്തിലുള്ള ഭൂമാഫിയകൾക്കെതിരെ VS പ്രവർത്തിച്ചത്. VS പല നിസ്സഹായനായിരുന്നു. കാര്യം VSന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആദ്യഘട്ടത്തിലൊന്നും തികച്ചും പാർട്ടിയുടെ അനുകൂലമായിട്ടൊരു സംവിധാനമല്ല. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പാർട്ടി മുഖ്യമന്ത്രി ഏകോപന സമിതിയുടെ സംവിധാനം ഉണ്ടായത്. ഇന്നിപ്പോൾ അതുണ്ടോ? ഇന്നത്തെ കേരള മുഖ്യമന്ത്രിക്ക് ഏകോപന സമിതി ഉണ്ടോ? പാർട്ടിയും എന്തായിരുന്നു ഏകോപന സമിതിയുടെ ഉദ്ദേശം? VSന് ഒരു നിസ്സഹായാവസ്ഥ VSന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് VS ആയിരുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി. VS ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ VSനും ഒരുപാട് കാര്യങ്ങൾ ആ നിലയ്ക്ക് തന്നെ VSന് ഉയർത്തിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യം. അതിലേക്ക് ഇപ്പോൾ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. കാര്യം VS സംബന്ധിച്ചോളം VS പ്രതിപക്ഷ നേതാവ് ഇരിക്കുകയും ദീർഘകാലം പ്രതിപക്ഷ നേതാവായിരുന്നു. മുഖ്യമന്ത്രി ആയിരിക്കും തൻ്റെ ആശയപരമായ നൈരന്തര്യം, ആശയപരമായിട്ടുള്ള ആ നിലപാടുകൾ കൃത്യമായിട്ട് പിന്തുടർന്ന ആളായി ഒരു തരത്തിൽ കോംപ്രമൈസ് VS നടത്തിയില്ല. അതിൻ്റെ അതേസമയം തന്നെ അദ്ദേഹത്തിന് പാർട്ടിക്കകത്തും ഈ സമരം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ഭരണപക്ഷത്തോടും മാത്രമല്ല പാർട്ടിക്കകത്തുള്ള ഈ ആശയ ലോകത്തോടും തൻ്റെ സമരം മുന്നോട്ട് വെക്കേണ്ടി വന്നു. അത് മുഖ്യമന്ത്രി നിലയ്ക്കും അത് മുന്നോട്ട് കൊണ്ടുവെക്കേണ്ടി വന്നു. ആ VS അന്ന് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുപോലെ VS മുന്നോട്ട് വെച്ച പല അഴിമതി പ്രശ്നങ്ങളും ഇന്ന് അവശേഷിക്കാതെ തുടരുന്ന കാര്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. പല പ്രശ്നങ്ങളും ഇന്ന് അവശേഷിച്ചിട്ടില്ല. പലതും കോടതിയിലാണ്, പല വ്യവഹാരങ്ങളായിട്ട് കെട്ടിപ്പിടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ VSന്റെ സമരം ഒരുപക്ഷെ അവസാനിച്ചില്ല. കാര്യം അത് ഏറ്റെടുക്കാൻ ഇനി ആരുണ്ട്? CPMന്റെ അകത്തോ പ്രതിപക്ഷത്തോ ഇടതുപക്ഷത്തോ ആരുണ്ടെന്നുള്ള കാര്യം സംശയം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ VS ഉന്നയിച്ച പല കാര്യങ്ങളും ഇന്നും പ്രസക്തമായി നിൽക്കുന്നു, ഇന്നും അവശേഷിക്കാൻ നിൽക്കുന്ന കാര്യം ഇന്നും അത് ഓരോ സ്ഥലങ്ങളിൽ അവിടെ അതിൻ്റെ സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് VS ഉന്നയിച്ച രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരള സംബന്ധിച്ചിടത്തോളം ഈ മാഫിയാവൽക്കരണം, കാരണം VSനെ വികസന വിരോധി എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചു. VS വികസന വിരോധി ആയിരുന്നില്ല. ഈ മുതലാളിത്ത വികസനത്തോട് തന്നെ VSന് വിമുഖത ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം സ്മാർട്ട് സിറ്റി പോലെ പ്രോജക്റ്റ് VS സ്വാഗതം ചെയ്തതാണ്. അതുപോലെ തന്നെ ഈ വിപണി കേന്ദ്രിതമായിട്ട് പല കാര്യത്തിലും VSന് വിയോജിപ്പുണ്ടായിരുന്നു. VS അതിനൊക്കെ അനുകൂലിച്ചാണ്. പക്ഷേ VS എന്താ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമാഫിയ ഈ കേരള വരദാനം പോലെ സർക്കാർ ഭൂമി കൊടുക്കുന്നു, ചെറിയ ചുളുവിലക്ക് കൊടുക്കുന്നു. അത് വിപണനം ചെയ്തുകൊണ്ട് അതിനെ പുറത്ത് കെട്ടിടങ്ങൾ കെട്ടാതെയോ വിപണനം ചെയ്യുന്ന സംവിധാനത്തെയാണ് VS എതിർത്തിരുന്നത്. അപ്പോൾ VSന്റെ വികസന സങ്കല്പം ഒരു സാമൂഹ്യവൽകൃതമായിട്ട് വികസന സങ്കല്പമായിരുന്നു, അല്ലാതെ അടിസ്ഥാന സൗകര്യത്തോടെ നവനീകരണ വികസന സങ്കല്പമല്ല VS മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിനെതിരെയുള്ള VSന്റെ നിരന്തരമായ പോരാട്ടം ഇന്നും പ്രസക്തമാണ്. അതുകൊണ്ട് VS അന്ന് ഉന്നയിച്ച പല കാര്യങ്ങളും ഇന്നും സജീവമായിട്ട് അതേ ധാർമ്മിക മൂല്യത്തോടെയും പ്രസക്തിയോടും കൂടി തന്നെ നിലനിൽക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് ആരേറ്റെടുക്കാണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു കാര്യമായിട്ടുള്ള ഒരു അല്ലാത്ത അവസ്ഥ കേരളത്തിലുണ്ട്. കാര്യം ഇടതുപക്ഷത്തിനകത്ത് ആ പറയത്തക്ക നേതാക്കളൊന്നും ഇന്നില്ല. VSന്റെ അത്തരം ഒരു മുദ്ര VSന് ഇന്ന് ആരാധനാപൂർവ്വം കാണും. VS ഒരുപക്ഷെ ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കണം. അതുകൊണ്ട് എല്ലാവർക്കും അതിൽ നിൽക്കി പറയാൻ പറ്റും. കാര്യം VSന് വന്ന് ആ പ്രശ്നങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ VSന്റെ തുടർച്ച എന്നുള്ള കാര്യം അവിടെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും ഒരു സങ്കടകരമായിട്ടുള്ള വസ്തുത. അത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതയും കൂടിയാണ്. കാര്യം VSന് ശേഷം അത്തരം തുടർച്ച ഇല്ലാതായി പോയി. കേരള സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ തുടർച്ചകളുണ്ടായിരുന്നു എല്ലാ കാലത്തും. AKGക്ക് ശേഷമുള്ള തുടർച്ചയായിരുന്നു VS എന്ന് പറയാൻ പറ്റും. VSന് ശേഷം എന്ത് തുടർച്ചയാണുള്ളത്? ആ സമരം ഏറ്റെടുത്ത കാര്യമുണ്ട്. ജനകീയ സമരം ഏറ്റെടുക്കുന്ന, ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന പെൺപിള്ളെ ഒരുമൈ സമരം CPMനകത്ത് വിമർശനം ഉണ്ടായ സമരമാണ്. അന്ന് ഇടുക്കിയിലെ നേതാക്കളെ എതിർത്തിരുന്നു. പക്ഷേ VS അവിടെ പോയ കോച്ചിൻ തണുപ്പത്ത് VS അവിടെ ഇരുന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. VS അതുപോലെ സമരങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് പാർട്ടി പിന്തുണയോടെ ഏറ്റെടുത്ത VS ആ ജനകീയ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടേക്ക് പാർട്ടിയെ ബന്ധിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ആ വലിയ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാറുണ്ട്. കേരള സമരങ്ങളുടെ ആവശ്യവും കേരളത്തിൽ സാമൂഹ്യ നീതി സമരം തമ്മിൽ. ഇപ്പോൾ ആശാവർക്കർ സമരം നിങ്ങൾ ആലോചിച്ചാൽ മതി. ആശാവർക്കർ സമരം ഉണ്ടായിരുന്നെങ്കിൽ VSന് നിലപാടെന്തായിരിക്കും? പെൺപിള്ളയൊമരേ സമരത്തോടെ നിന്ന് VSനെ ആശാവർക്കർ സമരത്തോടെ നിൽക്കാൻ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അത്തരമൊരു സമരചരിത്രത്തിന്റെ VS സംബന്ധിച്ച് നമ്മൾ ഓരോ സമയത്തും ഇന്ന് ആ സമരം കാണും VSനെ നമ്മൾ ഓർക്കുന്നത്. ആശാവർക്കർ സമരം നടക്കുന്ന സമയത്ത് VSനെ നമ്മൾ ഓർക്കുന്നത്. അപ്പോൾ അങ്ങനെ VSന്റെ ചരിത്രം എന്ന് പറയുന്നത് VSന്റെ സമരപാരമ്പര്യം എന്ന് പറഞ്ഞാൽ ആ കമ്മ്യൂണിസ്റ്റ് നൈതികതയിൽ അധിഷ്ഠിതമായിട്ടൊരു സമരപാരമ്പര്യമായിരുന്നു. അതിൽ ഇന്നും പ്രസക്തിയുടെ തുടർച്ചകൾ ഉണ്ടോ ചോദിച്ചാൽ തീർച്ചയായും തുടർച്ചകൾ നമുക്ക് ആ കണ്ണി മുറിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ യാഥാർത്ഥ്യം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ ദാമോദർ ചൂണ്ടിക്കാട്ടിയത് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഏകോപന സമിതി ഇല്ലാത്ത സാഹചര്യം എന്തുകൊണ്ട് ഉണ്ടായി എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നുവെന്ന്. ഒപ്പം ഒരു തുടർച്ചയേറ്റിരിക്കുന്നു VSലൂടെ. അത് ഏത് തരത്തിലുള്ള തുടർച്ചയെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു നാഭീനാള ബന്ധമുണ്ടല്ലോ പാർട്ടിക്ക്, പാർട്ടി നേതൃത്വത്തിന്. അതെല്ലാമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ജനകീയ സമരങ്ങൾ ഏറ്റെടുക്കുന്നതിൽ, അതിൻ്റെ ദിശാസൂചിയായി പ്രവർത്തിക്കുന്നതിൽ ഒക്കെ. ആ വിമർശനങ്ങൾക്കെല്ലാം മുനകളുണ്ട്. അത് എവിടേക്ക് ചെന്ന് കൊള്ളുന്ന മുനകളാണ് എന്ന് അങ്ങേക്കും അറിയാം. എന്താണ് അങ്ങയുടെ മറുപടി? അല്ല, പാർട്ടിയുടെയും സർക്കാരിൻ്റെയും പ്രവർത്തന രീതിയും ശൈലിയിലും വലിയ മാറ്റം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് മുൻപ് ഏകോപന സമിതി ഉണ്ടായിരുന്നു, മറ്റു രീതിയിലുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു. എന്തിന്
VS പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പാർട്ടിയുടെ ഒരു ആധിപത്യവും നിയന്ത്രണവും ഭരണത്തിന്റെ മേൽ പോലും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ കാലമൊക്കെ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ശരിയാണ്. കാലം മാറുമ്പോൾ പല രീതികളിലും മാറ്റം വന്നുകൊണ്ടിരിക്കും. വിപ്ലവത്തിന്റെ പിന്തുടർച്ച അത് ആർക്കായിരിക്കും, ആരാണത് ഏറ്റെടുക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ വിപ്ലവത്തിന്റെ തന്നെ സ്വഭാവത്തിൽ മാറ്റം വന്നിരിക്കുന്നു. ഒരു VS ഒക്കെ നമ്മളെ പരിചയപ്പെടുത്തിയ അല്ലെങ്കിൽ AKG പരിചയപ്പെടുത്തിയ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമോ അല്ലെങ്കിൽ ആ രീതിയിലല്ലല്ലോ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസത്തിൽ തന്നെ മാറ്റം വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉള്ളൊരു കാലത്ത് ഒരു സോഷ്യൽ ഡെമോക്രസിയുടെയൊക്കെ ഒരു കാലത്തേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പഴയ രീതിയിലുള്ള സങ്കല്പങ്ങൾക്ക്, നമ്മൾ കണ്ട് പരിചയിച്ച ശീലിച്ചിട്ടുള്ള ആ രീതികൾക്ക് അതിലൊന്നും പ്രസക്തിയില്ലാത്ത ഒരു അവസ്ഥ വരികയാണ്. അതുകൊണ്ട് പോരാട്ടങ്ങൾ ഇല്ലാതെയാകും എന്ന് ഞാൻ കരുതുന്നില്ല. പോരാട്ടങ്ങൾ ഇല്ലാതെയാവില്ല, വിപ്ലവത്തിന് അന്ത്യം ഉണ്ടാവുകയുമില്ല. ഞാൻ നേരത്തെ VS ആണ് ശരിയെന്ന് പറഞ്ഞപ്പോൾ ആ വാൾ സ്ട്രീറ്റ് പ്രക്ഷോഭകാലത്ത് അവിടെ പ്രക്ഷോഭകാരി ഉയർത്തിയ മുദ്രാവാക്യം ഉണ്ടായിരുന്നില്ലേ, മാർക്സ് ഈസ് റൈറ്റ് എന്നുള്ളത്. മാർക്സ് ആണ് ശരി. അപ്പോൾ ഒരു മുതലാളിത്ത വ്യവസ്ഥിതിയിലും മാർക്സിനെ ഓർമ്മിക്കുന്നു, മാർക്സിന്റെ വിപ്ലവത്തെ ഓർമ്മിക്കുന്നു എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി മനുഷ്യന്റെ ജീവിതം തന്നെയാണല്ലോ. ആ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുമ്പോൾ വിപ്ലവത്തിനും മുദ്രാവാക്യങ്ങൾക്കും പ്രത്യയശാസ്ത്രത്തിനും എല്ലാം പ്രസക്തി ഉണ്ടാകും. പക്ഷെ അത് നമ്മൾ കണ്ട് ശീലിച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നില്ല. അതുകൊണ്ട് VS നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം ഇനി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാൻ സാധ്യത വളരെ വളരെ വിരളമാണ്. VSനെ പോലൊരു നേതാവ് ഉണ്ടാകുമോ, വിപ്ലവകാരി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യതയും വിരളമാണ്. നമുക്കുള്ളത് ഒരു മാതൃകയാണ്, ഒരു ടെക്സ്റ്റ് ബുക്കാണ്, നോക്കി പഠിക്കുന്നതിനുള്ള ഒരു പുസ്തകം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരാൾ ഉയർത്തപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് VSന്റെ പ്രസക്തി ഉള്ളത്. VSന്റെ ഒരു പകർപ്പ്, ഒരു ശരിപ്പകർപ്പ് ഇനി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല എന്ന് തന്നെ ഈ രാത്രിയിൽ നമുക്ക് പറയേണ്ടി വരും. അപ്പോഴും ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ പാർട്ടിയിലൊരു തിരുത്തൽ ശക്തിയായി VS പ്രവർത്തിച്ചതിന്റെ ഭാഗമായി ഒരുപാട് നടപടികൾ VSന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. VSും തിരുത്തിയിട്ടുണ്ട്. VSന്റെ നിലപാടിനനുസൃതമായി പാർട്ടി തിരുത്തേണ്ട നിർബന്ധ സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൊണ്ടും കൊടുത്തുമായിരുന്നു ആ ബന്ധം. ഇവിടെ ദാമോദർ ചൂണ്ടിക്കാട്ടുന്നത് ഒരു തിരുത്തൽ പ്രക്രിയ, അതിപ്പോൾ കൊണ്ടും കൊടുത്തുമാകണമെന്നില്ല, പാർട്ടി സംവിധാനത്തിന്റെ ഒരു ജൈവ സ്വഭാവമായി ഉണ്ടാകേണ്ടതാണ്, അത് നഷ്ടപ്പെടുന്നു എന്നാണ് ഉയരുന്ന വിമർശനം. VSന്റെ അഭാവത്തിൽ അത് കൂടുതൽ പ്രസക്തമാകുന്നു ആ ചോദ്യം. കാരണം പല ഘട്ടങ്ങളിലും VS സജീവമായിരുന്നെങ്കിൽ എന്ന സംശയം ഉയരുന്നത് ഇടതുപക്ഷ മനസ്സുകളിൽ നിന്നായിരുന്നു. അത് പല പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലും സന്ദിഗ്ധാവസ്ഥയിലും ഈ ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു പ്രത്യാശ അത് ഇടതുപക്ഷ മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നതാണ്. VS ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അങ്ങനെയുള്ള ചിലരെ കുറിച്ച്, അപൂർവ വ്യക്തികളെ കുറിച്ച് നമ്മൾ പറയാറുള്ളൂ. ചില പ്രത്യേക സാമൂഹിക സന്ദർഭങ്ങളിൽ VR കൃഷ്ണയ്യർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് അപൂർവ വ്യക്തികൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണത്. ഇവിടെ ഇപ്പോൾ VS സൃഷ്ടിച്ച മാതൃക, VS വിജയകരമായി കാണിച്ചത് പാർട്ടിയുടെ ജൈവ സ്വഭാവം തന്നെ അതാണ്. വിമർശനവും സ്വയം വിമർശനവും അത് നഷ്ടപ്പെടുന്നു. ഒരു ഏകപക്ഷീയതയിലേക്ക് പാർട്ടി പോകുന്നു, അല്ലെങ്കിൽ ഒരു നേതാവിന്റെ അപ്രമാദിത്വത്തിലേക്ക് അത് പോകുന്നു. അവിടെ ഒരാൾ ചോദ്യം ചോദിക്കാൻ ഇല്ലാതെ വരുന്നു എന്നത് VSനെ ഒരു ടെക്സ്റ്റ് ബുക്കായി കാണുന്നത് കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യമല്ല. പാർട്ടിക്കകത്ത് അങ്ങനെ അതിന്റെ ഒരു ജൈവ സ്വഭാവമായി തന്നെ അത് ഉള്ളതാണ്. അത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അതെ, VSന്റെ വിയോഗം, VSന്റെ നഷ്ടം അത് അപരിഹാര്യമാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അത് തന്നെയാണ്. VSനെ പോലെ ഒരു പാർലമെന്ററി ജനാധിപത്യ രീതികളും പാർട്ടി രീതികളും സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ നേതൃത്വം അത് ഇല്ലാതായിരിക്കുന്നു. അവിടെയാണ് VSന്റെ നഷ്ടത്തെ നമുക്ക് പരിഹരിക്കാം, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ കഴിയില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നിരിക്കുന്നു, പാർട്ടിയുടെ നേതൃത്വത്തിൽ മാറ്റം വന്നിരിക്കുന്നു, എല്ലാ കാര്യങ്ങളിലും മാറ്റം വന്നിരിക്കുന്നു. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്, പാർട്ടിയുടെ ഈ ചട്ടക്കൂടും അതൊക്കെ ലംഘിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്, വിശദീകരണം ആവശ്യപ്പെടുന്നതിന്, നേരായ വഴി കാണിച്ചു തരുന്നതിന് ഉണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു VS. ആ നേതാവിനെയാണ് നമുക്കിപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ശരി, NM പിയേഴ്സണും രാഷ്ട്രീയ നിരീക്ഷകൻ തത്സമയം ചേരുകയാണ്. ശ്രീ പിയേഴ്സൺ, അങ്ങ് VSനെ എങ്ങനെയാണ് അനുസ്മരിക്കുന്നത്? തീർച്ചയായിട്ടും ജീവിതം
പോരാട്ടമാണ് എന്നും ആ പോരാട്ടം എന്ന് പറയുന്നത് തനിക്ക് വേണ്ടി മാത്രമുള്ള പോരാട്ടമല്ല, താൻ ജീവിക്കുന്നതായിട്ടുള്ള സമൂഹത്തിലെ ഏറ്റവും അശരണരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന പാഠം നൽകുകയും ആ പാഠം നൽകുക മാത്രമല്ല നമുക്കൊരു അനുഭൂതിയുമായിട്ട് അത് ഫീൽ ചെയ്യിപ്പിച്ചു എന്ന ഒരു പ്രത്യേകതയാണ് VS-നുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രസ്ഥാനമായി കഴിഞ്ഞാലും പ്രസ്ഥാനങ്ങളുടെ യാത്രകളിൽ പലപ്പോഴും അവയ്ക്ക് ജീർണത പിടിപെടാം, അവയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ നിന്ന് വേണമെങ്കിൽ വ്യതിചലിക്കാം. അങ്ങനെ വ്യതിചലിക്കാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് വ്യതിചലിക്കരുത് എന്ന് പറയാനുള്ള ഒരു ശബ്ദം ആ പാർട്ടിക്കകത്തുണ്ട് എന്നുള്ളത് ആ പാർട്ടിയുടെ ജൈവികത തന്നെയായിരുന്നു. അങ്ങനെ ഇടതുപക്ഷത്തിന്റെ ഒരു ജൈവശക്തിയായിട്ട്, ഊർജമായിട്ട് അതിനകത്ത് പ്രവർത്തിക്കുകയും അതിനെ തിരുത്തുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ആവശ്യം വേണ്ട വിമതത്വവും ആവശ്യം വേണ്ട വിധേയത്വവും വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ചലനാത്മകതയെ സൃഷ്ടിക്കുന്ന ഒരു പ്രതിഭാസം കൂടിയായിട്ട് VS മാറിയിരുന്നു എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തെ എക്കാലത്തും ഓർക്കാനായിട്ടുള്ളതും. അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം നമ്മളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ ദാമോദർ പ്രസാദ്, ഇപ്പോ അങ്ങ് പറയുകയുണ്ടായി ജനകീയ സമരങ്ങൾ ഏറ്റെടുക്കുന്നതിലെ ഒരു തുടർച്ച AKGക്ക് ശേഷം അത് VS ആയിരുന്നു, ആ കണ്ണി അറ്റുപോയിരിക്കുന്നുവെന്ന്. ഇപ്പോ VS-യുമായി ബന്ധപ്പെട്ട് വിമത സ്വഭാവത്തിലായിരുന്നു VS ആ ഏറ്റെടുത്ത സമരങ്ങളെ മുഴുവൻ പാർട്ടി സംഘടന കണ്ടിരുന്നത്. പക്ഷേ അങ്ങേപ്പോലുള്ളവർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇപ്പോൾ ജനസഞ്ചയ രാഷ്ട്രീയം എന്നൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിവിധ വിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന സമരമുഖങ്ങൾ, അത് ഈ ജനസഞ്ചയ രാഷ്ട്രീയം എന്ന പരികല്പനയൊക്കെ വരുന്നതിന് മുൻപ് തന്നെ, ഒരു പതിറ്റാണ്ടിന് മുൻപ് തന്നെ VS-ന് ഏറ്റെടുക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? വേണു, അതായത് നമ്മൾ നോക്കുന്നത് നമ്മുടെ നവലിബറൽ സങ്കല്പങ്ങളൊക്കെ തന്നെ വ്യാപകമാവുകയും ഒരു മധ്യവർഗ ജീവിതം വരികയും ഇടതുപക്ഷ മൂല്യങ്ങൾ തിരോഭവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് VS-ന്റെ പ്രതിപക്ഷ നേതാവ് ഏറ്റവും സജീവമായി വരുന്നത്. ആ സമയത്ത് VS ആ വർഗ്ഗരാഷ്ട്രീയം നിലനിർത്തി, തൻ്റെ വർഗ്ഗ സ്വഭാവം നിലനിർത്തിയ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ആ വർഗ്ഗ സ്വഭാവം നിലനിർത്തിയത് ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മറ്റു നേതാക്കളും ഉണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല, കാര്യം അതുപോലെ വർഗ്ഗ സ്വഭാവം നിലനിർത്തിയപ്പോൾ പ്രധാനപ്പെട്ട മറ്റു നേതാക്കളുണ്ട്. പക്ഷേ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ 2000 എന്നൊക്കെ പറഞ്ഞ സമയത്ത് നമ്മുടെ ലോക സാമ്പത്തിക വ്യവസ്ഥ മാറി, സാമൂഹ്യ ജീവിതത്തിൻ്റെ വ്യവസ്ഥകൾ മാറി, പലതരത്തിലുള്ള മധ്യവർഗത്തിൻ്റെ പുതിയ താല്പര്യങ്ങൾ വന്നു, ഒരു ഗോവ സമൂഹത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ആ സമയത്ത് ഇടതുപക്ഷ മൂല്യങ്ങൾ തന്നെ തിരോഭവിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിലാണ് VS പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തെടുക്കുകയും ആ സമരം ഓരോ സ്ഥലവും വ്യാപിച്ചത്. എങ്ങനെയാണ് വ്യാപിച്ചത്? പുതിയ തലമുറ സമരങ്ങളാണ് VS ഏറ്റെടുത്തത്. പരിസ്ഥിതി പ്രശ്നം അത് CPM-ന് പഠിപ്പിച്ചു കൊടുത്തിരിക്കും VS ആണ്. പരിസ്ഥിതി പ്രശ്നം VS-നെ പോലെ 90-80 വയസ്സ് പ്രായത്തിലാണ് VS പരിസ്ഥിതി പ്രശ്നം ഗൗരവമായി അതിന് മുമ്പുണ്ട്. തീർച്ചയായും അത് അന്ന് കർഷക തൊഴിലാളികളുടെ പ്രശ്നമായിട്ട് VS അവതരിപ്പിച്ചത്. പക്ഷേ അന്നും VS-ന് വളരെ നെഗറ്റീവ് രീതിയിലാണ് കേരളം മാധ്യമങ്ങൾ സ്വീകരിച്ചത്. പക്ഷേ VS യഥാർത്ഥ പരിസ്ഥിതി പ്രശ്നമാണ് ഉന്നയിക്കേണ്ടായിരുന്നത്. ആ പരിസ്ഥിതി ബോധം കേരളത്തിൽ വലിയ തോതിൽ ഇവിടെ പരിസ്ഥിതി സംഘടന ഉണ്ടായിരുന്നു, പരിസ്ഥിതി പ്രവർത്തനം ഉണ്ടായിരുന്നു, പരിസ്ഥിതി സമരങ്ങളുണ്ടായിരുന്നു. VS അതിന് പുതിയ മുഖം നൽകി അതിനെ ഇവിടുത്തെ മുഖ്യധാര ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം ബന്ധിപ്പിച്ചു. എന്ന് വെച്ചാൽ കേരളത്തിൽ പരിസ്ഥിതിവാദവും പരിസ്ഥിതി പ്രസ്ഥാനം ഇല്ലായിരുന്നല്ല, കാര്യം വളരെ സജീവമായിട്ട് പരിസ്ഥിതി മൂവ്മെൻറ്റ് കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ അതിന് മുഖ്യധാര ഇടതുപക്ഷ പ്രസ്ഥാനം ബന്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ ജനകീയമാക്കാനുള്ള സ്വഭാവം VS ആണ് നൽകിയത്. അതൊരു പൊതുതലമുറ സമരമായിരുന്നു. അതുപോലെ സ്ത്രീപക്ഷ സമരങ്ങൾ കേരളത്തിൽ, സ്ത്രീപക്ഷ പെൺപിള്ളി ഒരുമയ സമരം ഒരിക്കലും ഇവരുടെ വർഗ്ഗ നിലപാടിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നല്ല, അവർ ഉൾക്കൊണ്ടിട്ടുമില്ല. പക്ഷേ ആ സമരത്തിനോട് പിന്തുണ നൽകാൻ 90 വയസ്സിൽ VS-ന് സാധിച്ചു എന്നുള്ള VS ആ പുതിയ കാലഘട്ടത്തിൽ ഉൾക്കൊണ്ടിരുന്നുള്ളതാണ്. അപ്പോൾ നിരന്തരമായി തൻ്റെ വർഗ്ഗരാഷ്ട്രീയത്തെ നവീകരിക്കാനുള്ള പ്രവണത VS ഏതോ സഹജമായ രീതിയിൽ, അതാണ് പറഞ്ഞത്. VS-നെ സംബന്ധിച്ചിടത്തോളം നവോത്ഥാന പാരമ്പര്യം അത് കൃത്യമായി VS ഉണ്ടായിരുന്നു. കാര്യം VS നവോത്ഥാനത്തിൻ്റെ പ്രൊഡക്റ്റാണ്. ആ സമര പാരമ്പര്യം, ശ്രീനാരായണീയ ആശയങ്ങൾ ഉൾക്കൊണ്ട സമര പാരമ്പര്യം VS-ൽ വല്ലാതെ ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചകൾ നമുക്ക് എപ്പോഴും കാണാം. പുതുസമരങ്ങൾ, പുതുകാലഘട്ടത്തിൻ്റെ സമരങ്ങൾ ഉൾക്കൊള്ളാൻ VS സാധിച്ചു. അതുപോലെ VS-ന് സോഫ്റ്റ്വെയർ എന്താണ് അറിയുക? VS IT വിദഗ്ധനാണോ? അല്ല. പക്ഷേ VS-ന് തിരിച്ചറിവാണ്. VS-ന് ഉപദേശിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ടായി. തീർച്ചയായിട്ടും അത് പുതിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ വയോധികന നേതാവിന് ഏറ്റവും പുതിയ കാര്യങ്ങൾ അറിയണമെന്നില്ല. ആ ഫ്രീ സോഫ്റ്റ്വെയർ സമരം, റിച്ചാർഡ് സ്റ്റോൾമാൻ്റെ സമരം, കേരളത്തിൽ ഫ്രീ സോഫ്റ്റ്വെയർ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ VS-നെ സാധിച്ചത്. അതിന് മുഖ്യധാര ഇടതുപക്ഷത്ത് ആര് വന്നിട്ടുണ്ട്? അപ്പോൾ അത്തരം അത് വൈജ്ഞാനിക മേഖലയിലെ വലിയ സമരമാണ്. ആ സമരത്തെ, അതായത് കുത്തകവൽക്കരണത്തിനെതിരെയുള്ള വൈജ്ഞാനിക മേഖലയിലെ സോഫ്റ്റ്വെയർ കുത്തകവൽക്കരണത്തിലുള്ള ഈ പുതുലോക സമരത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ VS-ന് സാധിച്ചു. VS റിച്ചാർഡ് സ്റ്റോൾമാനായിട്ട് ബന്ധപ്പെട്ടു. ഇങ്ങനെ പല ദിശകളിലും പല നിലകളിലും പല തട്ടുകളിലുമുള്ള പുതുകാലഘട്ടത്തെ സമരങ്ങൾ, അതായത് നവസാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഉയർത്തിക്കൊണ്ട സമരങ്ങളെല്ലാം മുഖ്യധാര ഇടതുപക്ഷ പ്രസ്ഥാനം ബന്ധിപ്പിക്കാൻ
അതിനിപ്പോൾ ഒരു ഇടതുപക്ഷ പരിവേഷം നൽകാൻ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ വി എസ് സാധിച്ചു. അപ്പോൾ അത് ഏതാണ് ഘട്ടം? അങ്ങേയറ്റത്തെ ഈ എന്താ പറയുക ഒരു ഉപഭോഗവൽക്കരണവും ഈ പറഞ്ഞ പോലെ വികസന താല്പര്യങ്ങളും നവലിബറലിസവും അതുപോലുള്ള ഭൂമാഫിയകളൊക്കെ വിരാജിക്കുന്ന കാലഘട്ടത്തിലാണ് വി എസ് തിരിച്ച് അതിൽ നിന്നാണ് വി എസിൻ്റെ പ്രതിപക്ഷ സ്ഥാനം. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം വി എസിൻ്റെ പ്രതിപക്ഷ കാലഘട്ടം ഉജ്ജ്വലമായ കാലഘട്ടമാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു അന്ത്യം എന്ന് പറയുന്നത് വി എസിന് ടിക്കറ്റ് നിഷേധിക്കുന്ന സ്ഥിതിയാണ് എത്തിയത്. വി എസിൻ്റെ ഈ ഊർജ്ജസ്വലമായിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ കാലം അംഗീകരിക്കപ്പെടേണ്ടതായിരുന്നു എന്നിട്ട് ആദ്യഘട്ടം നമുക്കറിയാം. ഇന്ന് വി എസിനെ അന്ത്യോപചാര അർപ്പിക്കുള്ള നമ്മൾ കാണുന്ന ബഹുജന കാണുന്നത് ഞാൻ ഓർക്കുന്നത് അന്ന് കണ്ടോൺമെൻറ്റ് ഹൗസിലേക്ക് വി എസിനെ കാണാൻ പോയ ജനപ്രവാഹമാണ്. വി എസിന് ടിക്കറ്റ് നിഷേധിക്കപ്പെട്ട കാലഘട്ടത്തിൽ ആ പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് വി എസ് ഏറ്റെടുത്ത സമരങ്ങളുടെ ഒരു തുടർച്ച നിലയ്ക്ക് അദ്ദേഹം, പക്ഷേ പിന്നീട് സീറ്റ് കിട്ടിയ കാര്യം കേന്ദ്ര നേതൃത്വം ഇടപെടുകയും അങ്ങനെ അദ്ദേഹം മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. മുഖ്യമന്ത്രിയായിട്ടും ഈ പുതുകാര്യ സമരങ്ങൾ അദ്ദേഹം മുന്നോട്ട് കൊണ്ടായി. പിന്നെ നമ്മൾ നോക്കുന്നത് ഇതിനുശേഷം 2010 ശേഷം ഒരു സീറ്റ് തോൽക്കേണ്ടി വന്ന സാഹചര്യത്തിലും പിന്നീട് വന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് സമയത്താണ് പെൺപിള്ളേരിയ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ സജീവമായി നിന്നുകൊണ്ട് പുതിയ കാലഘട്ടത്തിൻ്റെ സമരങ്ങളെ, പ്രവണതകളെ മുഴുവൻ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് ഏറ്റവും ഇന്ന് ആർക്ക് പറ്റുന്നുണ്ടത്. അത്തരം കാര്യം ഉൾക്കൊള്ളാനുള്ള ശേഷി പോലും പലപ്പോഴും അങ്ങനെ അതിൻ്റെ ഒരു ഊർജ്ജം, അതിൻ്റെ ഒരു സഹജമായിട്ടൊരു രാഷ്ട്രീയ ബോധം, അത് ആ പാരമ്പര്യത്തിൽ വരുന്ന സഹജമായ പാരമ്പര്യ നവോത്ഥാനത്തിൻ്റെ മഹത്തായ ആശയങ്ങൾ ഉൾക്കൊണ്ടെന്ന് വരുന്ന ആ സമര പാരമ്പര്യമാണ് വി എസിനെ കേരളത്തിലെ എന്താ പറയുക ഒരു പ്രധാനപ്പെട്ട നേതാക്കുന്നത് അതുല്യനാക്കുന്നത്. അതാണ് വി എസിനെ അതുല്യനാക്കുന്നത്. കാര്യം അതുല്യനാക്കുന്ന വി എസിൻ്റെ ഈ ഒരു സമരമായിട്ട് സഹജമായിട്ട് സമരാവബോധവും പുതിയ കാലഘട്ടത്തിൽ സമരങ്ങൾ അറിയാനുള്ള ഇപ്പോൾ CPക്കെതിരെ നടന്ന സമരവും ഫ്രീ സോഫ്റ്റ്വെയറിലെ കുത്തവൽക്കരണ സമരം തമ്മിലുള്ള ഒരു വലിയ നൈരന്തര്യം വി എസിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഇതാണ് വി എസിനെ വി എസ് ആക്കുന്നത്, വി എസിനെ അതുല്യനാക്കുന്നത്, വി എസിനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ആളാക്കുന്നത്. പക്ഷേ വി എസിനെ പലരും ഉപയോഗിക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും സങ്കടം കഴിഞ്ഞ ദിവസങ്ങളിൽ വി എസിൻ്റെ പേര് വളരെ വികലമായ രീതിയിൽ നമ്മുടെ മനപ്പുറമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചു. തീർച്ചയായും വി എസിൻ്റെ ഭാഗത്ത് പറ്റിയ പിഴവ് തന്നെയാണ്. ഒരു സംശയം ആ കാലത്തും ഇല്ല, ഈ കാലത്തും നമുക്ക് ആർക്ക് വേണ്ടല്ല. വി എസിൻ്റെ ഭാഗത്ത് പറ്റിയ പിഴവാണ്. വി എസിന് ആരും ഉപദേശിച്ചു കൊടുത്ത വി എസ് പരിശോധിക്കാതെ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ആ വി എസിന് ഉപയോഗിക്കുന്ന ആരാണ്? വി എസ് തന്നെ എതിർക്കുന്ന ആൾക്കാരെ. കാര്യം മൈക്രോ ഫിനാൻസൊക്കെ ബന്ധപ്പെട്ട് വി എസ് തന്നെ പല സമരങ്ങളും കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ആ സമരം എവിടെ എത്തിയിട്ടില്ല നമുക്കറിയാം. വി എസിന് ഉയർത്തിക്കൊണ്ട് ആ ആൾക്കാരാണ് വി എസിൻ്റെ പേര് ഉദ്ധരിക്കുന്നത്. അതാണ് ഏറ്റവും കഷ്ടകരവും സങ്കടകരമായിട്ടുള്ള കാര്യം. വി എസിനെ ആരും ഉദ്ധരിക്കുന്നുള്ള കാര്യം പോലും നമ്മുടെ സമയം വേദനാജനകമാണ്. വി എസിനെ പേര് പോലും പരാമർശിക്കാൻ അർഹതയില്ലാത്തവർ പോലും വി എസിനെ കുറിച്ച് പറയുന്ന ഒരു ഗതികേടും കൂടി വി എസിന് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് വി എസിൻ്റെ ഓർമ്മ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറുത്തിൽപ്പിൻ്റെ ഓർമ്മ കൂടിയാണ്. പുതിയ കാല രാഷ്ട്രീയത്തിൻ്റെ ഓരോ പുതിയ അധ്യായം തുടങ്ങുമ്പോഴും പുതിയ സമരങ്ങൾ ഏറ്റെടുക്കുമ്പോഴും വി എസിൻ്റെ നമ്മുടെ സ്മരണയാണ്. വി എസ് ആ സമരത്തേക്ക് നമ്മുടെ അതൊരു പുതിയ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പുതിയ ഒരു തരത്തിലുള്ള ഒരു ബഹുജന രാഷ്ട്രീയം. തീർച്ചയായിട്ടും വേണു സൂചിപ്പിച്ച കാര്യമുണ്ട്. ഈ ജനസഞ്ചയ രാഷ്ട്രീയം, ജനസഞ്ചയ മൾട്ടിറ്റ്യൂഡൽ രാഷ്ട്രീയം അതൊരു സൈദ്ധാന്തികമായിട്ട് ഉൾക്കൊണ്ട ആളല്ല വി എസ്. പക്ഷേ വി എസ് വിവിധ, അതായത് സ്ത്രീ തൊഴിലാളികളുടെ സമരം, പരിസ്ഥിതി സമരം, അതൊക്കെ ജനകീയ സമരങ്ങളായി മാറ്റുന്ന വഴി വി എസ് എന്ത് ചെയ്തു? വലിയ തോതിൽ ആൾക്കാരിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ ഡൽഹിയിലൊക്കെ പിന്നീട് കണ്ട വലതുപക്ഷ സമരങ്ങളെക്കാളെല്ലാം എത്രയോ മുമ്പ് തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായി ഇടതുപക്ഷ രാഷ്ട്രീയ മുഖം കൊടുത്തുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഒരു ധാരണയിൽ രൂപപ്പെടുത്തിയ ബഹുജന രാഷ്ട്രീയത്തിന് വി എസിന് സ്പേസ് കൊടുക്കാൻ സാധിച്ചു. അതിൻ്റെ വലിയ ഗുണഫലങ്ങൾ കേരളം അനുഭവിച്ചിട്ടുണ്ട്. പലതരത്തിലും കേരളം ഇന്നും അനുഭവിച്ചിട്ടുണ്ട് ഗുണഫലങ്ങൾ. അതാണ് പലതരത്തിലും. പക്ഷേ അതിനൊക്കെ നമ്മൾ പിന്നോട്ട് അടിക്കുകയാണെന്നുള്ള കാര്യം സംശയം നമ്മുടെ അവശേഷിക്കുന്നുണ്ട്. ശരി, ശ്രീ NM പിയേഴ്സൺ, ഇവിടെ ദാമോദർ തുടർച്ചയായി ഊന്നുന്നൊരു കാര്യമാണ്. 2 പതിറ്റാണ്ട് മുൻപ് ഇപ്പോൾ നാം ഈ ജനസഞ്ചയ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പുതുസമരങ്ങളെ അന്ന് വി എസ് ഏറ്റെടുത്ത കാര്യം. ഇപ്പോൾ 2001 ആന്റണി അധികാരത്തിൽ വരുന്നത് UDF 100 സീറ്റോടെയാണ്. ഇപ്പോൾ VD സതീശൻ അദ്ദേഹത്തിന്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് 100 സീറ്റാണ്. 2001 ശേഷം പക്ഷെ വലിയ തോതിൽ ഈ വലത് രാഷ്ട്രീയത്തിന് വലിയ ശോഷണം സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ. 2006 വി എസ് അധികാരത്തിൽ വരുമ്പോൾ ഏതാണ്ട് 96 സീറ്റാണ് LDFന് കിട്ടുന്നത്. അസാധാരണമായൊരു മുന്നേറ്റമായിരുന്നു അത്. അതിനുശേഷം പിന്നീട് 2011 ഉമ്മൻചാണ്ടി വരുമ്പോഴും വെറും 3 സീറ്റിന്റെ മാത്രം ഭൂരിപക്ഷമാണ് അവർക്കുണ്ടായിരുന്നത്. അങ്ങനെ തുടർച്ചയായി കോൺഗ്രസ് ബുദ്ധിമുട്ടുന്ന, ശോഷിക്കുന്ന ഒരു രാഷ്ട്രീയ ചിത്രമാണ് നാം കാണുന്നത്. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന പ്രളയം അല്ലെങ്കിൽ കോവിഡ്, അതുകൊണ്ട് ഭരണ തുടർച്ച അങ്ങനെ സാമാന്യവൽക്കരിച്ച് പോകാതെ ദാമോദർ ചൂണ്ടിക്കാട്ടിയതുപോലെ പുതുസമരങ്ങളെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ മേഖലയെ വിപുലപ്പെടുത്തി വിപുലമായി വിവിധ വൈവിധ്യങ്ങളോടെ ആ സമൂഹത്തെ വിവിധ സമരങ്ങളിലൂടെ കണ്ണിചേർത്ത് അതിനെ ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ചേർക്കാൻ വി എസിന് കഴിയുക വഴി കേരളത്തിൽ ഘട്ടം ഘട്ടമായി സംഭവിച്ച
ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശോഷണമല്ലേ അത്? അങ്ങനെയൊക്കെ എന്നുള്ളത് ശരിയാണ്. കാരണം BS എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നിരന്തരമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പ്രതിഭാസമായിരുന്നു. നിങ്ങളൊരു രാഷ്ട്രീയ നേതാവാകുമ്പോൾ നിങ്ങളുടെ പ്രായമല്ല, നിങ്ങളുടെ പ്രതിബദ്ധതയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാലികമായി മാറാനുള്ള ശേഷിയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് രണ്ടും കൃത്യമായിട്ട് BS പരിപാലിച്ചിരുന്നു എന്നുള്ളതാണ്. BS ഉൾക്കൊള്ളുന്ന പാർട്ടി ആ സംഭവവികാസങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ വികസിക്കാതിരുന്ന സമയത്ത് പോലും BS സ്വയം വികസിച്ചുകൊണ്ട് അതിനെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഏറ്റെടുത്ത സമയത്ത് ഈ കേരളത്തിന്റെ ഒരു പ്രതീക്ഷ, കേരളത്തിന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് CPM എന്ന് പറയുന്നത് സമ്പൂർണമായി ജീർണിച്ചു പോകുന്ന ഒരു സംവിധാനമല്ല എന്നും അത് പുതുക്കപ്പെടുകയാണെന്നും അത് പുതുക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് BS എന്നുള്ളതുണ്ടായിരുന്നു. BSന്റെ സമരകാലഘട്ടം പരിശോധിച്ചാൽ വളരെ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം ഈ CPMനകത്ത് തന്നെ CPMന്റെ വലിയ പ്രത്യാശയും പ്രതീക്ഷയുമായിട്ട് BS നിൽക്കുകയാണ്. BSനെ പുറത്താക്കുമെന്ന് പറയുന്ന സമയത്ത്, മത്സരിപ്പിക്കില്ല എന്ന് പറയുന്ന സമയത്തും ഒക്കെ അത് പൊതുസമൂഹത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയായിട്ട് നിൽക്കുകയും അത് വിജയിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിജയിച്ചതാണ് നേരത്തെ ദാമോദർ പ്രസാദ് സൂചിപ്പിച്ച പോലെയുള്ള ഈ കാലികമായ എല്ലാ സമരങ്ങളെയും ഒരുമിച്ച് ചേർത്ത് അതിന് ഒരു ഇടതുപക്ഷ സ്വഭാവം രൂപപ്പെടുത്താനും ഇടതുപക്ഷമാണ് അത് എന്ന് പറയാനും അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയത്തെ ഉൽപ്പാദിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളത്. അത് പക്ഷെ അങ്ങനെ കാര്യമായ ആളുകൾ ശ്രദ്ധിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ശരിയാണ്. ഈ തോൽവികളെല്ലാനും നമ്മൾ രാഷ്ട്രീയ അടിത്തറയിൽ നിന്നിട്ടല്ല പലപ്പോഴും പരിശോധിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ വേണു സൂചിപ്പിച്ചതുപോലെ ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ വലതുപക്ഷ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ UDF രാഷ്ട്രീയത്തിന് ഒരു വലിയ ചോർച്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് മാത്രമല്ല, പിയേഴ്സൺ സൂചിച്ചിട്ടില്ല. ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കന്മാര് പ്രതികരിക്കുന്നത് ഈ പിണറായി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാരല്ല ശരിക്കുമുള്ള ഇടതുപക്ഷ സർക്കാർ, ഇവർ പറയുന്നതല്ല ഇടതുപക്ഷ രാഷ്ട്രീയം, ശരിയായ ഇടതുപക്ഷ രാഷ്ട്രീയം ഞങ്ങൾ പറയുന്നതാണ് എന്നാണ് സതീശൻ അടക്കമുള്ളവർ പറയുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്, വലതുപക്ഷ രാഷ്ട്രീയത്തെ കാര്യമായി ശോഷിപ്പിക്കുന്ന തരത്തിൽ ഒരു പൊതുസമരങ്ങൾ എല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു ഇടതു ബാന്ധവം പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് പാർട്ടി ജനമെന്ന രണ്ടായി നിൽക്കാത്ത ഒരു പുതിയ കണ്ണിചേർക്കൽ VSലൂടെ ഉണ്ടായിട്ടില്ലേ എന്ന്? തീർച്ചയായിട്ടും അതുണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ പറയുന്ന ഈ ഇടതുപക്ഷ രാഷ്ട്രീയം ഉൾക്കൊള്ളേണ്ട ഒരുപാട് വിഷയങ്ങൾ, ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, അതിനെ ഉൾക്കൊള്ളാനായിട്ട് കൃത്യമായിട്ട് VSന് കഴിഞ്ഞിരുന്നു. കാരണം VS അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. നമ്മളുടെ പല നേതാക്കന്മാർക്കും അത് കഴിയാതെ പോകുമ്പോഴാണ് VS അത് ചെയ്യുകയും ഇതാണ് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് സൂചിപ്പിക്കുകയും ആ രാഷ്ട്രീയമാണ് കേരളത്തിന്റെ രാഷ്ട്രീയം എന്ന ഒരു അതിന് ആവശ്യമായിട്ടുള്ള ഒരു നെറേറ്റീവ് സൃഷ്ടിച്ചെടുക്കാനായിട്ട് പ്രാവർത്തികമായിട്ടും അതേപോലെ തന്നെ താത്വികമായിട്ടും യഥാർത്ഥത്തിൽ. പക്ഷേ ശ്രീ പിയേഴ്സൺ നേരത്തെ സെബാസ്റ്റ്യൻ സാർ പറഞ്ഞ അങ്ങ് കേട്ടോ, അതായത് എല്ലാം കാലത്തിനനുസരിച്ച് മാറുന്നു. ഇപ്പോ പഴയ വിപ്ലവ സ്വഭാവത്തിലുള്ള മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ അത്തരം സമരരീതികൾ അത് കാലാനുസൃതമായി മാറുന്നു. ഇപ്പോൾ സോഷ്യൽ ഡെമോക്രസിയുടെ കാലമാണ്, അല്ലെങ്കിൽ പുതിയ രൂപത്തിലുള്ള സമരങ്ങളുടെയും പുതിയ രൂപത്തിലുള്ള മുദ്രാവാക്യങ്ങളുടെയും രീതികളാണ് വരേണ്ടത് അല്ലെങ്കിൽ വരുന്നത്. അങ്ങനെ ഒരു മാറ്റമുണ്ടോ? അല്ല, രീതികൾക്കും അതുപോലെ തന്നെ അതിന്റെ പൊതുദർശനത്തിനും ചിലപ്പോ അതായത് പൊതു കാഴ്ചപ്പാടിനും ചിലപ്പോൾ മാറ്റം ഉണ്ടാകും. പക്ഷെ ഇതിന്റെ ഒരു അണ്ടർലൈങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വളരെ ബേസിക് ആണ്. അതൊരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത് പാർശ്വവൽകൃതരായിട്ടുള്ള മനുഷ്യര്, തൊഴിലാളികള്, ദരിദ്രര്, ഒന്നുമില്ലാത്തവര്, അവരെന്നും എക്കാലത്തും നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്നും എക്കാലത്തും നിലനിർത്തേണ്ടത് ആവശ്യമാണ്. അതിന്റെ കൂടെ ആയിരുന്നു VS എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. രണ്ട് കാര്യങ്ങൾ ഒരു സെക്കൻഡ് പിയേഴ്സൺ, ഇപ്പോ നമ്മൾ പറയുകയുണ്ടായി, ഇപ്പോ ഈ പറയുന്ന വിവിധ സമരമുഖങ്ങൾ കണ്ണിചേർക്കുന്ന VSന്റെ രീതി എന്നത് അത് പാർട്ടിക്ക് പുറത്തൊരു വലിയ വിഭാഗത്തെ ഇടത് രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കുകയുണ്ടായി, അല്ലെങ്കിൽ ശരിയായ രാഷ്ട്രീയം എന്നതിലേക്ക് എത്തിക്കുകയുണ്ടായിട്ടുണ്ട്. വിവിധ ഘട്ടങ്ങളിൽ കോൺഗ്രസിന് നേരിടുന്ന തിരിച്ചടികൾ അത് നമ്മുടെ മുന്നിലും ഉണ്ട്. അതേസമയം ഇപ്പൊ 2016 മുതൽ നാം കാണുന്ന മറ്റൊരു പാർട്ടി സ്വഭാവമുണ്ടല്ലോ, തുടർച്ചയായ ഭരണ വിജയം കിട്ടുന്ന രൂപത്തിൽ ഈ പാർട്ടി മാറുന്നു. അപ്പോൾ അഭൂതപൂർവമായ അംഗസംഖ്യാ വർധന വരുന്നു. അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഉറപ്പാണ്. എന്നിട്ട് MV ഗോവിന്ദന് തന്നെ സ്വയം വിമർശനത്തോടെ അല്ലെങ്കിൽ ഏറ്റുപറച്ചിൽ പോലെ പറയേണ്ടി വരുന്നു, ഈ വിപുലമായ അംഗസംഖ്യാ വർധന അത് ശരിക്കും CPMകാരല്ല, അത് ഭരണം കിട്ടിയതുകൊണ്ടും ഭരണ തുടർച്ച കിട്ടിയപ്പോൾ കുറച്ചുകൂടെ ശക്തമായി വന്ന ഇടതുപക്ഷ മനസ്സില്ലാത്തവർ തന്നെയാണ്.
മറ്റ് താല്പര്യങ്ങളുടെ ഭാഗമായി ചേർന്ന് നിൽക്കുന്നവരാണ്. അപ്പോൾ VS ഉണ്ടാക്കിയ ഒരു സാധ്യത ഭരണ തുടർച്ചയിലൂടെ പാർട്ടി വളർന്നു എന്ന് അംഗസംഖ്യയുടെ ബലത്തിൽ പറയുമ്പോൾ നഷ്ടപ്പെടുന്നത് എന്താണ്? നഷ്ടപ്പെടുന്നത് അതിന്റെ ഒരു രാഷ്ട്രീയമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയമാണ് അതിന് നഷ്ടപ്പെട്ടു പോകുന്നത്. പാർട്ടി വളരുന്നുണ്ട്, കണക്കുകളിൽ പാർട്ടി വളരുന്നുണ്ട്. പാർട്ടി വളരേണ്ടതും ഒരു ആവശ്യമാണ്. ഒരു വശത്തൂടെ പാർട്ടി വളരണം, മറ്റൊരു വശത്തൂടെ നാം പറയുന്ന വളരെ കൃത്യമായിട്ടുള്ള ഈ ഇടതുപക്ഷ രാഷ്ട്രീയവും വളരേണ്ട ആവശ്യം. ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് വലിയ ഭൂരിപക്ഷം ചുമക്കുന്ന ഒരു രാഷ്ട്രീയം അല്ലാതെ, അത് ഏത് കാലഘട്ടത്തിലായി കഴിഞ്ഞാലും ന്യൂനപക്ഷമായിരിക്കും. പാർട്ടിക്കകത്ത് തന്നെയുള്ള ന്യൂനപക്ഷമാണ് ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കരുത്തും തണ്ടുമായിട്ട് നിലനിൽക്കുന്നത്. അതിലേക്ക് മറ്റുള്ളവരെ കണ്ണിയേർക്കാൻ കഴിയുകയും ഇതാണ് ശരിയെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും അത്തരത്തിലൊരു നരേറ്റീവിനെ അവരെ സഞ്ചരിപ്പിക്കാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിന് VS പോലെയുള്ള ഒരു ആർജവമുള്ള നേതൃത്വം എന്ന് പറയുന്നത് ആവശ്യമാണ് എന്നുള്ളതാണ് പ്രധാനം. അതാണ് യഥാർത്ഥത്തിൽ VS പ്രസക്തി. അതായത് ഇതാണ് ശരി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ കൂടെ ഇവരെല്ലാം ഒഴുകി വരേണ്ടത് ആവശ്യമാണ്. ജനങ്ങൾ സഞ്ചരിക്കുന്ന സ്ഥലത്തേക്കല്ല ജനനേതാവ് സഞ്ചരിക്കേണ്ടത്. ജനനേതാവ് ജനങ്ങൾ എങ്ങോട്ടാണോ സഞ്ചരിക്കേണ്ടതെന്ന് അവരെ ബോധ്യപ്പെടുത്തി അങ്ങോട്ട് ചലിപ്പിക്കുക എന്നുള്ളതാണ്. ആ വലിയ ഉത്തരവാദിത്വമാണ് VS ഏറ്റെടുക്കുകയും അങ്ങനെ VS ചലനം എന്ന് പറയുന്നത് ജനങ്ങൾ യഥാർത്ഥത്തിൽ ചലിക്കേണ്ട സ്ഥലത്തേക്കുള്ള ചലനമായിട്ട് മാറിത്തീരുകയും ചെയ്തു. ഇന്നത്തെ നമ്മളുടെ നേതൃത്വത്തിന്റെ ഒരു പ്രത്യേകത, ജനങ്ങൾ എവിടെയാണോ കൂടുതലുള്ളത് അവരെങ്ങോട്ട് ഒഴുകുന്നു അവരുടെ പിന്നാലെ മണത്തു പോകുന്നതായിട്ടുള്ള നേതൃത്വമായിട്ട് മാറിത്തീരുകയാണ്. ഇതാണ് VS അതേപോലെ തന്നെ നമ്മളുടെ മുന്നിലുള്ള മറ്റ് നേതാക്കളും നമ്മളുടെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ശരി, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ ഇപ്പോൾ ഈ ആശാസമരത്തിന്റെ കാര്യം ചൂണ്ടിക്കാട്ടിയത് യാദൃച്ഛികമല്ല. എങ്ങനെയാണ് ഒരു ഇടതുപക്ഷ പാർട്ടിയും ഇടതുപക്ഷ സർക്കാരും അശരണരായ സ്ത്രീകളെ തെരുവിലിറക്കിയിരിക്കുന്നത്, തെരുവിൽ നിർത്തിയിരിക്കുന്നത് എന്നത് നമ്മുടെ മുന്നിലെ വലിയൊരു ചോദ്യമല്ലേ? അതൊരു ഇടതുപക്ഷ മനസ്സിന്റെ ഒരു ചോദ്യമായി ഉയരാത്തത് എന്തുകൊണ്ട്? അല്ല, അത് കാലത്തിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. ആ മാറ്റത്തെക്കുറിച്ചുള്ള പല സൂചനകളും ഈ ചർച്ചയിൽ തന്നെ ഇപ്പോൾ വന്നു കഴിഞ്ഞു. പണ്ട് AKG എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, പാർട്ടിയുടെ അംഗീകാരം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെയാണല്ലോ അദ്ദേഹം അമരാവതിയിലും ചുരുളിക്കിരുത്തോട് സമരങ്ങളൊക്കെ ഏറ്റെടുത്തത്. കൊച്ചിയിൽ തന്നെ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം പാർട്ടിയുടെ തീരുമാനമല്ലല്ലോ, പക്ഷെ പാർട്ടിയെ തള്ളി പറയുന്നില്ല, പാർട്ടി അത് സ്വീകരിക്കുന്നു, അവരെ ഏറ്റെടുക്കുന്നു. ആ രീതിയിൽ വിപ്ലവങ്ങളുമായി ഇഴുകിച്ചേർന്ന് ക്ഷണിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും തങ്ങളുടേതാണെങ്കിലും അല്ലെങ്കിലും അതുമായി ബന്ധപ്പെടുന്നതിനുള്ള വിപ്ലവ മനസ്സ് കാണിച്ച നേതാവായിരുന്നു VS. ഇനി ആ രീതിയിലുള്ള തുടർച്ച ഉണ്ടാകുമോ? ഉണ്ടാവില്ല. ഉണ്ടാവാത്തത് കൊണ്ടാണ് ആശാസമരത്തിന് ഒരു ഇടതുപക്ഷ പിന്തുണ കിട്ടാതെ പോയത്, അല്ലെങ്കിൽ ആ സമരം ഏറ്റെടുക്കുന്നതിന് ആരുമില്ലാതെ പോയത്, ഒരു അനാഥാവസ്ഥയിൽ പ്രക്ഷോഭകാരികളെ എത്തിച്ചത്. അതുകൊണ്ട് കാലം മാറിയിരിക്കുന്നു. നമ്മളിപ്പോൾ ഇല്ല മരിക്കുന്നില്ല, ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്ന മുദ്രാവാക്യം കേൾക്കുന്നുണ്ട്. പക്ഷേ ആ മുദ്രാവാക്യം വിളിക്കുന്നവരിലൂടെയാണോ VS ജീവിക്കാൻ പോകുന്നത് എന്ന ചോദ്യമുണ്ട്. കാരണം അങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ വന്നിരിക്കുന്നത്. പഴയ രീതിയിലുള്ള പ്രത്യയശാസ്ത്രത്തിൽ തന്നെ അതിന്റെ വ്യാഖ്യാനത്തിലും സമീപനത്തിലും എല്ലാം മാറ്റം വന്നിരിക്കുന്നു. വിപ്ലവത്തിന്റെ നിർവചനം മാറിയിരിക്കുന്നു. ആ വിപ്ലവത്തിന്റെ സ്വഭാവം മാറുന്നതനുസരിച്ച് പുതിയ പ്രക്ഷോഭകാരികളും പുതിയ വിപ്ലവകാരികളും വരുമായിരിക്കാം. ഞാൻ ഇതെല്ലാം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ആശങ്കയല്ല പ്രകടിപ്പിക്കുന്നത്. പക്ഷേ AKGയും VSും ഒക്കെ നമ്മെ പഠിപ്പിച്ച രീതിയിലുള്ള വിപ്ലവ പ്രസ്ഥാനവും പ്രവർത്തനവും അതിലൊക്കെ മാറ്റം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടതുപക്ഷത്തിന്റെ അവകാശികൾ ആര് എന്ന ചോദ്യം പോലും ഇപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാലം മുതൽ, നെഹ്റുവിന്റെ കാലം മുതൽക്ക് തന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൂടി ശക്തമായി അവരെപ്പോഴും ഒരു സോഷ്യലിസ്റ്റ് മനോഭാവം പ്രഖ്യാപിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നവരാണ്. കോൺഗ്രസുകാർക്ക് എപ്പോഴും അങ്ങനെയാണ്. തങ്ങൾക്കൊരു ഇടതുപക്ഷ മനസ്സുണ്ട് എന്ന് സ്ഥാപിക്കാൻ അവർ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ള കപടമായ ഇടതുപക്ഷ മനസ്സിന്റെ പ്രഖ്യാപനം, വിശ്വാസ പ്രഖ്യാപനം അതൊക്കെ നടക്കുമ്പോൾ അതിനെതിരെ അതിശക്തമായ പ്രതിരോധം സൃഷ്ടിച്ച യഥാർത്ഥത്തിലുള്ള വിപ്ലവകാരിയും വിപ്ലവ നേതാവുമായിരുന്നു VS. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ സമരങ്ങൾ ഏറ്റെടുക്കുന്നത് വഴി വിവിധ വിഭാഗങ്ങളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഇടതുപക്ഷ സമീപനം കൂടിയാണ് രൂപപ്പെടുന്നത് അല്ലേ? അതാണ് ഇവിടെ ദാമോദറും പിയേഴ്സനും ഒക്കെ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ അതിപ്പോ VS പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഒരേപോലെ തന്നെ ചെയ്ത് കാട്ടിയിട്ടുമുണ്ട്.
അപ്പോൾ ഭരണം ഇരിക്കുമ്പോൾ അത് നിലനിർത്താൻ ഏതെങ്കിലും തരത്തിൽ സമരമല്ല സമരസപ്പെടലാണ് എന്ന ഒരു പരിമിതിയില്ല. അത് VS തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ 2016 മുതൽ സമരത്തിനപ്പുറം സമരസപ്പെടൽ എന്നത് എന്ത് നിർബന്ധിതാവസ്ഥയാണ്? അങ്ങ് പറയുന്ന കാലാനുസൃത മാറ്റമെന്ന് പറയുന്നത് സമരസപ്പെടലാണോ? അങ്ങനെയെങ്കിൽ അത് ഇപ്പോൾ പിയേഴ്സൺ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിന്റെ ഭാരമുള്ള ഒന്നല്ല, അത് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് വികസിക്കുന്ന ഒന്നാണ്. പലപ്പോഴും തിരിച്ചടികളിലൂടെ ആയിരിക്കാം അതിൻ്റെ ശക്തിയും പ്രകടമാവുക. ആ രൂപത്തിലുള്ള സമീപനം എവിടെയോ കൈമോശം വന്നിട്ടുണ്ടോ? അത് കാലം മാറുന്നു എന്നതിൻ്റെ ഒരു മറ പിടിച്ചുകൊണ്ട് ന്യായീകരിക്കാവുന്ന ഒന്നാണോ? അല്ല, നമ്മൾ ഒന്നിനെയും ഒരു മറ പിടിച്ചുകൊണ്ട് ന്യായീകരിക്കുന്നതല്ല. നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നതെല്ലാം ശരിയാണ് എന്ന അഭിപ്രായവും എനിക്കില്ല. കാരണം ഇക്കാലത്ത് തീർപ്പിനേക്കാൾ ഒത്തുതീർപ്പിന് പ്രാധാന്യം കൈവന്നിരിക്കുകയാണ്. സമരത്തെക്കാൾ സമരസപ്പെട്ടു പോവുക അതൊരു രീതിയായി മാറിയിരിക്കുന്നു. യഥാർത്ഥ വിപ്ലവകാരികളും അങ്ങനെ ആയിരുന്നില്ല, ഒരിക്കലും അങ്ങനെ ആകാനും പാടില്ല. പക്ഷേ പാർലമെന്ററി ജനാധിപത്യവും ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനവും തമ്മിൽ ചില പൊരുത്തക്കേടുകൾ, സമരസപ്പെട്ടു പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും. ആധുനിക കാലത്തിന്റെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ആ മാറ്റങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോഴാണ് പണ്ട് നമുക്ക് കണ്ടുപരിചയമുള്ള ആ വിപ്ലവത്തിന്റെ പാഠങ്ങളും ആ വിപ്ലവത്തിന്റെ രീതികളും ഇപ്പോൾ പ്രസക്തമാണോ, അത് ആവർത്തിക്കാൻ കഴിയുമോ എന്ന സംശയമുണ്ടാകുന്നത്. ആ സംശയത്തിൽ നിന്നാണ് VS-നെ പോലെ ഒരു നേതാവ് ഇനി നമുക്കുണ്ടാകുമോ എന്ന ഒരു ദുഃഖകരമായ ചിന്തയും ഉണ്ടാകുന്നത്. ദാമോദർ പ്രസാദ്, സെബാസ്റ്റ്യൻ പോൾ സാർ ആവർത്തിച്ച് ഊന്നുന്ന ഈ കാലത്തിന്റെ മാറ്റം എന്ന് പറയുന്ന ഒരു കാരണമുണ്ടല്ലോ, അതിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കാലത്തിന്റെ മാറ്റം, രാഷ്ട്രീയ കാലം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെപ്പറേറ്റ് ഏജൻസി ഒന്നല്ല. കാലം നമ്മളായി നിർമ്മിക്കുന്നതാണ് കാലം മനുഷ്യനായി നിർമ്മിക്കുന്നതാണ് കാലം. അല്ലാണ്ട് കാലം വേറെ ഒരു ഇതാണ്. അപ്പോൾ 91-ൽ എന്താണ് നവലിബറൽ പോളിസികളിലേക്ക് ഇന്ത്യ വഴി മാറുമ്പോൾ നമ്മൾ പുതിയ കാലത്തെ സൃഷ്ടിക്കുകയാണ്. അതുപോലെ തന്നെ 92-ൽ ബാബർ മസ്ജിദ് പൊളിക്കുമ്പോൾ ഒരു പുതിയ കാലത്തെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ആ കാലത്തിനുള്ള പ്രതിരോധവും സമകാലികമാണ്. അപ്പോൾ ആ സമകാലികമായിട്ട് പ്രതിരോധം എന്താണ്? അതാണ് നമ്മുടെ കാലം, അതാണ് ഇടതുപക്ഷത്തിൻ്റെ കാലം. ഇടതുപക്ഷം ഒരു കാലം സൃഷ്ടിക്കുന്നുണ്ട്. ഇതൊക്കെ കാലസങ്കല്പങ്ങളാണല്ലോ കാലം സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 57-59 കേരളത്തിലെ 2 നഷ്ടങ്ങൾ വീണ്ടും ശ്രദ്ധിച്ചാൽ മതി. 59 ഗവൺമെൻറ് പിരിച്ചുവിടപ്പെടുന്ന കേരളത്തിൽ വലിയ നഷ്ടമാണെങ്കിൽ 2011-ൽ ഒരു സീറ്റിൻ്റെ പരാജയത്തിൽ VS-ന്റെ ഗവൺമെൻറ് പരാജയപ്പെടുന്നു. കേരളത്തിന് വലിയ 2 നഷ്ടങ്ങളാണ്. കേരള സംബന്ധിച്ച് ഏറ്റവും 2 നഷ്ടങ്ങൾ എന്ന് പറയുന്നത് 59-ൽ വിമോചന സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് പിരിച്ചുവിടപ്പെടുന്നു. 2011-ൽ ഒരു വോട്ടിൻ്റെ ഒരു ജാഗ്രത കുറവുകൊണ്ടായിരിക്കാം ഒരു സീറ്റ് നഷ്ടത്തിൽ കേരളത്തിൽ VS-ന്റെ ഗവൺമെൻറ് തിരിച്ചു വരാതിരിക്കുന്നു. ഇത് 2 വലിയ നഷ്ടക്കാരും 2 പുതിയ കാല സൃഷ്ടിക്കലായിരുന്നു കേരളത്തിൽ. 57-59 അതുവരുണ്ടായിരുന്ന കാലത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു കാലാണ് സൃഷ്ടിച്ചത്. പുതിയ യുഗം സൃഷ്ടിക്കുകയായിരുന്നു. വിദ്യാഭ്യാസ തലത്തിലാണെങ്കിലും നമ്മുടെ ഭൂപരിഷ്കരണ കാര്യത്തിലാണെങ്കിലും പലതരത്തിലും. അതിനൊക്കെ വിമർശനങ്ങൾ പിൽക്കാലത്തുണ്ടായിട്ട് ഞാൻ നിഷേധിക്കില്ല. ആ വിമർശനങ്ങൾ ശരിയായ വിമർശനങ്ങളും തന്നെയാണ്. പക്ഷേ എങ്കിലും ഒരു പുതിയ കാലം സൃഷ്ടിക്കുകയായിരുന്നു ആണ് OVJ പറഞ്ഞത്. സിന്ദൂരപ്പെട്ടിന് ഓർമ്മയ്ക്ക് OVJ പറയുന്നത് അതാണ്. കാര്യം പുതിയ യുഗം സൃഷ്ടിക്കുകയായിരുന്നു. ഒരു പുതിയ കാലത്തേക്കാണ് സത്യം പറയാൻ ഒരു പുതിയ ടൈം മെഷീനിൽ നമ്മൾ കയറിയിരുന്നു കേരളം. അതുവരെ ഫ്യൂഡൽ, അതിനെതിരെയാണ് ആ പഴയ കാലം അതിനെ പോരാടി അതിനെ താഴെയിറക്കിയത്. 2011 സംഭവിച്ചതാണ്. 2011 പുതിയ യുഗം സൃഷ്ടിക്കുകയായിരുന്നു. ഓരോ മേഖലയിലും വികസനം എങ്ങനെയായിരിക്കണം, അതായത് ഞാൻ നേരത്തെ VS മുതലാളിത്ത വികസനത്തിനെതിരായിരുന്നില്ല, അല്ലെങ്കിൽ VS-ന്റെ ഗവൺമെൻറ് മുതലാളിത്ത വികസനത്തിനെതിരായിരുന്നില്ല. അന്ന് സ്റ്റെല്ലാർ പെർഫോമൻസ് ചെയ്യുന്ന ഒരുപാട് മന്ത്രിമാരുടെ ഒരു മന്ത്രിസഭയാണ്. കോടിയേരിയുടെ ആഭ്യന്തര വകുപ്പിൽ തോമസ് ഐസക്ക് ഗംഭീരമായ രീതിയിൽ ധനകാര്യ വകുപ്പ് നടത്തുന്നുണ്ട്. അങ്ങനെ ഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസ് മിനിസ്ട്രി ആയിരുന്നു അത് 2006-2011 കാലഘട്ടത്തെ മിനിസ്ട്രി. എല്ലാവിധ ഉൾപാർട്ടി സമരങ്ങളും ആശയപരമായിട്ട് സമരം നടക്കുമ്പോഴും അതിഗംഭീരമായി പെർഫോം ചെയ്തിട്ടുള്ള ഒരു ഗവൺമെൻറ്റായിരുന്നു. ആ 2011 തീർച്ചയായിട്ടും തുടച്ചു. കാര്യം അവസാന ഘട്ടത്തിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കേരളം നടത്തിയ മുന്നേറ്റങ്ങൾ തീർച്ചയായിട്ടും വലിയ ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ എവിടെയൊരു ജാഗ്രത കുറവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ ഉണ്ടായ ജാഗ്രത കുറവിൻ്റെ നിമിത്തമാണ് നമുക്ക് ആ വലിയ തുടർച്ച നഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ ആ തുടർച്ച ആലോചിച്ച് നോക്കൂ, 2011 ശേഷം ഗവൺമെൻറ് വീണ്ടും തുടർന്നിരുന്നെങ്കിൽ ആ കാലത്തെ വലിയ മാറ്റം വരുമായിരുന്നു. കാര്യം 2 തരത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ കാലത്ത് VS ചെയ്തത്. ഒന്ന്, ഇതുപോലെ മാഫിയ വലിയ സമരം. മറുഭാഗത്ത് വികസനത്തെക്കുറിച്ചുള്ള പുതിയ സങ്കല്പങ്ങൾ, പുതിയ സ്മാർട്ട് സിറ്റി ആ കാലഘട്ടം തന്നെയാണ് വരുന്നത്. പക്ഷേ എങ്ങനെയാണ് സ്മാർട്ട് സിറ്റി കുറച്ചും കൂടി വളരെ വേറൊരു കാഴ്ചപ്പാടുള്ള സ്മാർട്ട് സിറ്റി സങ്കല്പങ്ങൾ, അതുപോലെ പലതരത്തിലുള്ള വികസന പദ്ധതികൾ ഏറ്റെടുക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അത്തരം ഒരു പുതിയ കാലഘട്ടം സൃഷ്ടിക്കാൻ നമുക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ കാലം എന്ന് വിളിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു കാലമുണ്ട്.
അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലമുണ്ട്. ഇപ്പോൾ ഞാൻ ചരിത്രപരമായിട്ടും സൈദ്ധാന്തിക പരം 1917 കുറിച്ച് പറയുന്നത് തന്നെ പുതിയൊരു കാലം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അത് പുതിയൊരു ഡൈമെൻഷനിലേക്ക് അതുവരെ ഉണ്ടായിരുന്ന മുതലാളിത്ത ലോകത്തിൽ ലെനിൻ പുതിയൊരു കാലസങ്കല്പം കൊണ്ടുവന്നുള്ളതിനെ കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാടാണ്. ഒരു പുതിയൊരു കാലം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അതുവരെ ഉണ്ടായ ലോകത്ത് അനുഭവമേ ഇല്ലാത്ത പുതിയൊരു സമത്വത്തിൻ്റെ കാലത്തേക്കാണ് നേരെ കൊണ്ടുപോയത്. അപ്പോൾ അതേപോലെ തന്നെ പുതിയൊരു കാലസൃഷ്ടി നടക്കുന്നുണ്ട്. അതാണ് ഇടതുപക്ഷ പ്രതിരോധത്തിൻ്റെയും പുരോഗമനത്തിൻ്റെയും പരിവർത്തനാത്മകമായ കാലം. നവോത്ഥാനം ഒരു കാലമായിരുന്നില്ലേ കേരള സംബന്ധിച്ച്? അതുവരെ ഉണ്ടായ ജഡമായ മൂല്യങ്ങൾക്കെതിരെ പുതിയൊരു കാലമാണ് ശ്രീനാരായണ സൃഷ്ടിച്ചത്. 1888 എന്താണ് ഒരു പുതിയ കാലം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ഒരു വിഗ്രഹം അവിടെ ഉയർത്തിക്കൊണ്ടില്ല ചെയ്തത്, അല്ലെങ്കിൽ ഒരു ശിവപ്രതിഷ്ഠ നടത്തല്ലേ ചെയ്തത്. ഒരു പുതിയ കാലാണ് സൃഷ്ടിച്ചത്, പുതിയ യുഗമാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ അത്തരം യുഗസൃഷ്ടാക്കളായിട്ടുള്ള ആൾക്കാരും യുഗസൃഷ്ടികളുമാണ് പുതിയ കാലത്തെ സംഘടന. അപ്പോൾ കാലം ഇങ്ങനെ നമ്മളിന്ന് ഇങ്ങനെ നിർമ്മമായി ഒഴുകുന്നതെന്നല്ല, കാലം നമ്മൾ സൃഷ്ടിക്കുന്നതാണ്, മനുഷ്യർ സൃഷ്ടിക്കുന്നതാണ് കാലം. ആ കാല സൃഷ്ടിയിൽ ഗംഭീരമായിട്ട് കേരളത്തിൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒക്കെ തന്നെ ഇടപെട്ടിട്ടുണ്ട്. ആ ഇടപെടൽ നമ്മൾ കാണും VS-ന്റെ ഭാഗം. കാര്യം VS-ന് ആ തുടർച്ചയുണ്ട്. ആ 57 തുടർച്ച VS-ലും കാണാൻ പറ്റും. ആ തുടർച്ചയാണ് 2011 നമുക്ക് നഷ്ടപ്പെട്ട വലിയൊരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ പുതിയൊരു കാലത്തെക്കുറിച്ച് നമുക്ക് പുതിയ ഒരു ബദൽ എന്ന് പറയുന്നത്, ഇടതുപക്ഷ ബദൽ എന്താണ്, നവലിബറലിസത്തിനെതിരെയുള്ള ഇടതുപക്ഷ ബദൽ എന്താണ്, ഇന്ന് നടക്കുന്ന വലതുപക്ഷവൽക്കരണത്തിൻ്റെ ഇടതുപക്ഷ ബദൽ എന്താണെന്ന സങ്കല്പം ഒരുപക്ഷെ നമുക്ക് സാർത്ഥകമാക്കാനും അത് പ്രായോഗികമാക്കാനും നമുക്ക് സാധിച്ചേനെ. ആ ഒരു കാര്യം നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വലിയ ദുഃഖകരമായ സത്യം നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. ശരി, ശ്രീ NM പിയേഴ്സൺ, ഈ കാലം മാറുന്നതിനെ പറ്റി ഡോക്ടർ സബാസ് പോൾ പറഞ്ഞതിനെ എങ്ങനെയാണ് ദാമോദർ ഖണ്ഡിച്ചതെന്ന് അങ്ങ് കേട്ടല്ലോ. പക്ഷെ അപ്പോഴും ഡോക്ടർ സബാസ് പോൾ പറയുന്ന കാര്യം കുറെ കൂടെ ഒന്ന് വിപുലപ്പെടുത്തി ആലോചിച്ചാൽ ചില സത്യങ്ങളില്ലേ അതിൽ. ഇപ്പോൾ നമ്മൾ ഈ സമരം വിപ്ലവം എന്നൊക്കെ പറയുന്നത് ഒരു പ്രതിപക്ഷ സ്വഭാവത്തിൽ ഊന്നിയെന്നുകൊണ്ടുള്ളതാണ്. നിശ്ചയമായും കേരളത്തിൽ സംസാരിക്കുമ്പോൾ ഇടതുപക്ഷ പ്രതിരോധത്തിൽ ഊന്നിയെന്നുള്ളതാണ്. പക്ഷേ ഭരണകൂടങ്ങൾ തന്നെ ഒരു സമരത്തിന് പരിഹരിക്കാൻ കഴിയാത്ത വിപ്ലവകരമായ നടപടികൾ എടുക്കുക, കണ്ണിൽ പൊടിയിടലൊക്കെയാണെന്ന് പറയാമെങ്കിലും ഇപ്പോൾ ടാർഗറ്റ് ഗ്രൂപ്പുകളെ കണ്ടെത്തുക, ഇപ്പോൾ സ്ത്രീകൾ, വിദ്യാർത്ഥിനികൾ, ഇപ്പോൾ ഓരോരോ മേഖലകളിൽ ഓരോരോ വിഭാഗങ്ങളെ കണ്ടെത്തിക്കൊണ്ട് യുവാക്കളിൽ ഇത്ര പ്രായമുള്ള ആളുകൾ, ഇപ്പോൾ ഓണ്ടർപ്രണേഴ്സിനെ വരുമ്പോൾ അവർക്ക് ഇത്ര പ്രായം വരെ ഇത്ര ഇൻസെൻറ്റീവ് കൊടുക്കാം. ഇങ്ങനെ സർക്കാരുകൾ തന്നെ ആളുകൾ സമരം ചെയ്യേണ്ടതില്ല, നിങ്ങളുടെ വിവിധ മേഖലകളിലെ ആവശ്യങ്ങൾ എന്താണ് പരിഹരിക്കാം, ഏത് രൂപത്തിൽ, സൗജന്യ സ്വഭാവത്തിൽ പരിഹരിക്കാം എന്ന് പറയുന്ന ഒരു സമീപനം എടുക്കുകയാണെങ്കിൽ പിന്നെ റോഡിലിറങ്ങി പഴയകാല പ്രക്ഷോഭത്തിലേക്ക് പോവുക, പ്രക്ഷോഭകാരിയുടെ രൂപത്തിൽ ആക്രോശം നടത്തുക, അത് പരിഹാരമാകും എന്ന് കരുതാൻ കഴിയുമോ? അതുകൊണ്ട് 2016 മുതൽ CPM തുടർച്ചയായി ഭരണം നേടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സമരങ്ങളിലൂടെയല്ല, അല്ലാതെ ഓരോ വിഭാഗങ്ങളിലേക്കും ഇടതുപക്ഷ ഭരണത്തിൻ്റെ ഗുണഫലങ്ങൾ എത്തിക്കുക, അങ്ങനെ അവരുമായി കണ്ണിച്ചേരുക, അങ്ങനെയൊക്കെ ഒരു ചുവടുമാറ്റത്തിന് നിർബന്ധിതമാകുന്ന ലോകതലത്തിലായാലും ദേശീയ തലത്തിലായാലും ഒക്കെ സാഹചര്യങ്ങളിൽ ഒരൊറ്റ ചെറിയ കാര്യം പറഞ്ഞാൽ നിർത്താം. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ സർക്കാർ നിൽക്കുമ്പോൾ അപരിഹാര്യമായി നിൽക്കുന്ന ആശാസമരമാണല്ലോ. അധികാരം ഏതൊക്കെ മേഖലകളിലുണ്ടോ അവർക്കൊക്കെ പരിഹാരവുമായി വരാൻ കഴിയുന്ന ഒരു സവിശേഷതയില്ല. ഇപ്പോൾ ചില തദ്ദേശ സ്ഥാപനങ്ങളെങ്കിലും, കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ പറയുകയാണ്, ഞങ്ങൾ ആ ഭാഗത്തുള്ള ആശാവർക്കർമാർക്കുള്ള വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ എത്ര പരിമിതമായ അളവിൽ അധികാരമുണ്ടോ അവർക്കൊക്കെ വിഷയങ്ങളിൽ ഇടപെട്ട് പരിഹാരവുമായി വരാൻ കഴിയുന്ന ഒരു സവിശേഷ സാഹചര്യം ഇല്ലേ? ആ സാഹചര്യം യഥാർത്ഥത്തിൽ ഈ കാലത്തിന്റെ മാറ്റം നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് എന്നുകൂടി നമ്മൾ കണക്കാക്കണം. കാരണം മുൻപ് അങ്ങനെ ന്യായമായ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിനെ അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല. പിന്നീട് മാറി. നമുക്കറിയാം, മുതലാളിത്തത്തിന്റെ അവരുടെ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ തന്നെ വലിയ വലിയ മാറ്റങ്ങൾ ജപ്പാൻ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിന് കാണിച്ചു കൊടുത്താണ് എങ്ങനെ തൊഴിലാളികളെ മാനേജ്മെന്റിന്റെ ഭാഗമാക്കി മാറ്റാം, അല്ലെങ്കിൽ മുതലാളിയുടെ ഭാഗമായിട്ട് മാറ്റാം എന്ന ഒരു പ്രത്യേക തരത്തിലുള്ള മാനേജ്മെന്റ് നമ്മൾ അവിടെ നിന്ന് പഠിക്കുന്നതാണ്. പിന്നെ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വ്യാപകമായി ഉണ്ടാവുകയും ഇന്ന് ലോകത്തൊക്കെ അതിന്റെ സാധ്യതകളുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ നമ്മൾ ഈ സമരവും അതുപോലെ ഭരണം EMS മുന്നോട്ട് വെച്ച കൺസെപ്റ്റ് ഇന്നും എന്നും പ്രസക്തമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം പറഞ്ഞത് ഭരണവും സമരവും എന്നാണ്. CPM അത് ചെയ്യാം. സർക്കാരാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടത്? വേണു സൂചിപ്പിച്ചതുപോലുള്ള കാര്യങ്ങൾ അധികാര പരിധിക്കകത്ത് നിന്ന് ചെയ്യാവുന്ന നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് അത് പരിഹരിക്കാനായിട്ട് പരിശ്രമിക്കുക. അപ്പോഴും അപരിഹാര്യമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾക്ക് മുന്നണി ആയിട്ട് നിന്ന് അല്ലെങ്കിൽ അതിന്റെ സമരോത്സുകത ഏറ്റെടുക്കേണ്ടത് പാർട്ടിയാണ്. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇടതുപക്ഷം ഏറ്റെടുക്കേണ്ടത് വലിയ ആവശ്യമാണ്. പാർട്ടിയുടെ ജോലി എന്ന് പറയുന്നത് ഇനിയും തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തിരുത്തൽ ശക്തിയായിട്ട് പ്രവർത്തിക്കുക.
ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ, ഇടതുപക്ഷ സർക്കാരിന്റെ ജോലി എന്ന് പറയുന്നത് പരിമിതമായിട്ടുള്ള അധികാരത്തിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെ തൊഴിലാളികൾക്കും അധസ്ഥിതർക്കും പാർശ്വവൽക്കൃതർക്കും അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നതായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. ഒറ്റ കാര്യം പിയേഴ്സൺ, ഇപ്പോ കേരളത്തിലെ പാർട്ടിക്ക് ബംഗാൾ ഒരു കൈപൊള്ളുന്ന അനുഭവമാണല്ലോ. അവിടെ 3 പതിറ്റാണ്ടിന് മീതെ ഭരണ തുടർച്ച തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സാധാരണ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞില്ല. ആ ഒരു വല്ലാത്തൊരു ഘട്ടത്തിൽ ഈ ബുദ്ധദേവ് എത്തുമ്പോൾ വൻകിട പദ്ധതികളിലേക്ക് പോവുക എന്ന സമീപനം എടുക്കുന്നു. അത് ഈ പറയുന്ന നന്ദിഗ്രാമിലൊക്കെ ചോരപ്പുഴകൾ ഒഴുക്കുന്നു, സാധാരണക്കാർ കുടിയിറക്കപ്പെടുക, അവര് അത് പ്രതിരോധിക്കുമ്പോൾ വെടിവെച്ച് കൊല്ലപ്പെടുക. ഇതൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കീഴിൽ ഉണ്ടാകുമെന്ന് എല്ലാവരും, ആരും പ്രതീക്ഷിക്കാത്ത, എല്ലാവരും അത്ഭുതത്തോടെ കണ്ട കാര്യങ്ങളാണ്. ആ അനുഭവം കേരളത്തിന്റെ മുന്നിലുണ്ട്. അപ്പോൾ 16 മുതൽ ഭരണ നേടുന്നു, പിന്നെ ഭരണ തുടർച്ച എന്ന് പറയുന്ന വലിയ വെല്ലുവിളിയും, അത് വെല്ലുവിളിയായിട്ടാണ് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ഉള്ളത്, അല്ലേ? കാരണം നമുക്കറിയാം VSന്റെ 2006-11 ഗവൺമെന്റാണ് ആദ്യമായി 5 വർഷം തികയ്ക്കുന്ന ഒരു ഇടതുപക്ഷ സർക്കാർ. ഇപ്പം അതിനു മുമ്പ് EK നായനാർ നേരത്തെ പിരിച്ചുവിടുന്നു. അതുകൊണ്ടാണ് 4 വർഷം കഴിയുമ്പോഴേക്കും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. 5 വർഷം പൂർത്തിയാക്കുന്ന ആദ്യത്തെ ഇടതുപക്ഷ സർക്കാർ പോലും നമ്മെ സംബന്ധിച്ച് 2006-11 അപ്പോൾ 2016 മുമ്പ് വരെയാണെങ്കിൽ കേരളത്തിൽ CPIയുടെ അത്രയും പോലും പാർലമെന്ററി ഭരണാനുഭവം ഇല്ലാത്ത ഒരു പാർട്ടിയാണ് CPM. അങ്ങനെ വരുമ്പോൾ 2016 മുതൽ ഒരു സവിശേഷ സാഹചര്യമാണ്. 2021 വലിയ വെല്ലുവിളിയായി ഭരണ തുടർച്ച വരുന്നു. ഈ ഘട്ടങ്ങളിൽ വൻകിട പദ്ധതികളിലേക്ക് പോവുക എന്നതിലേക്ക് പിണറായി കടക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായ സാമാന്യ ജനതയെ ഏതൊക്കെ തരത്തിൽ ഉദ്ധരിക്കാം, അവർക്ക് എത്തേണ്ട നേട്ടങ്ങൾ എന്തൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ ആ കാര്യവും ശ്രദ്ധിക്കുക. അതിലൂന്നിയിട്ടില്ലേ? ഇപ്പോൾ ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനത്തിലേക്ക് നവംബർ 1 കടക്കാൻ പോകുന്നത് വരെയുള്ള രീതികൾ, ഒരു മാനിഫെസ്റ്റോ വെക്കുക, അത് 1ാം സർക്കാർ പൂർത്തിയാകുമ്പോൾ അതിലെല്ലാം നിർവഹിച്ചുവെന്ന് ഓഡിറ്റിങ്ങിലൂടെ ജനസമക്ഷം പറയുക, അടുത്ത മാനിഫെസ്റ്റോയിൽ ഇത്ര കാര്യങ്ങൾ നേടിയിരിക്കുന്നു എന്ന് പറയുക. ഇങ്ങനെയൊക്കെയുള്ളൊരു വ്യത്യസ്തതയിലേക്ക് ഇടതുപക്ഷ സർക്കാർ കടക്കുന്നില്ലേ? അത് ഏകപക്ഷീയമായി സാധാരണ ജനങ്ങളോട് മുഖം തിരിച്ചുകൊണ്ട് വലിയ പദ്ധതികൾ, വലിയ ലക്ഷ്യങ്ങൾ എന്നതിലേക്ക് മാത്രമായി ചുരുങ്ങിക്കൊണ്ടാണോ നടക്കുന്നത്? അല്ല, വേണു പറഞ്ഞ ആ കാര്യങ്ങളെ നമ്മൾ കൃത്യമായിട്ട് ഉൾക്കൊള്ളുകയാണ്. അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഒരു തുടർഭരണ സാധ്യത യഥാർത്ഥത്തിൽ ഈ സർക്കാരിന് സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞത്. അപ്പൊ അങ്ങനെ ചെയ്ത കാര്യങ്ങൾ അങ്ങനെ മറന്നുപോവുകയോ ഇല്ലാതാക്കപ്പെടുകയോ ചെയ്യില്ല. അത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിലും നമ്മുടെ സമൂഹത്തിനകത്തും നടന്ന ക്ഷേമ പ്രവർത്തനങ്ങളാണ്. വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നത് ക്യാപിറ്റലിസ്റ്റുകൾക്ക് പോലും വളരെ സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വെൽഫെയർ സ്റ്റേറ്റ് പ്രോസസ്സിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു ബൂർഷ്വാ സംവിധാനത്തിനകത്ത് നിലനിൽക്കുന്ന അവരുടെ അധികാര പരിധിയും അതേപോലെ തന്നെ പ്രവർത്തന സാധ്യതയും ഒക്കെ പരിശോധിക്കുമ്പോൾ അത് നല്ലതാണ്. അത് തീർച്ചയായിട്ടും പിണറായി സർക്കാർ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ സർക്കാരിനെതിരെ വരാൻ സാധ്യതയുള്ള വളരെ പ്രതികൂലമായിട്ടുള്ളതും നിഷേധാത്മകവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് കണ്ട് അത് അരിപ്പയിലൂടെ എന്നുവെച്ചാൽ അത് ഫിൽട്ടർ ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് പ്രശ്നം. ആ ഫിൽറ്ററിംഗ് പ്രോസസ്സാണ് നടക്കാതെ വീട്ടില്. അത് ഫിൽട്ടർ ചെയ്യുകയും അതിനെ പ്രതിരോധിക്കാൻ കഴിയുകയും ചെയ്താൽ ഇതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു മുഖഛായ അല്ലെങ്കിൽ പ്രതിച്ഛായ അതിനെ നിലനിർത്താനായിട്ട് കഴിയുമായിരുന്നു. എന്തെല്ലാം കഴിയും എന്നുള്ള വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇടതുപക്ഷ സർക്കാരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാം ചെയ്യാനായിട്ട് ഒരിക്കലും കഴിയില്ല. പക്ഷെ ചെയ്യാൻ കഴിയുന്ന എന്ത് എന്ന് കണ്ടെത്തുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ വരുന്നതായിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ മറികടക്കാനായിട്ടുള്ള സാധ്യതകൾ അന്വേഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ജോലി സർക്കാരിന് വിടുക. പാർട്ടിക്ക് എപ്പോഴും ഒരു പ്രത്യേകമായിട്ടുള്ള പൊസിഷൻ ഉണ്ട്. ആ പാർട്ടിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇതിനെ നിരീക്ഷിക്കുകയും ഇവിടെ എവിടെയൊക്കെയാണ് പാളിച്ചകൾ വരുന്നത് ആ പാളിച്ചകൾ തിരുത്തുകയും ചെയ്യാനാണ്. അതല്ലാണ്ട് സർക്കാരിനെ സമ്പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും അതിനുവേണ്ടി സ്തുതി പാടുകയും ചെയ്യാതല്ല. അതാണ് പ്രശ്നം. അവിടെയാണ് ഈ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോകുന്നത്. തീർച്ചയായിട്ടും ഇതിനെ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും ആ നിരീക്ഷണത്തിലൂടെ എവിടെയാണ് അതിനെ ചെക്ക് ചെയ്യേണ്ടത്, അതിനെ നിയന്ത്രിക്കേണ്ടത്, അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുന്ന സംവിധാനമായിട്ട് നിലനിൽക്കുകയും ചെയ്യണം. അങ്ങനെ നിൽക്കുമ്പോൾ പോലും പ്രത്യേകമുണ്ട് ഈ പാർട്ടിയും അതുപോലെ സർക്കാരും തമ്മിലുള്ള സംഘർഷം അത് അതിരുകടന്നു പോകാൻ പാടില്ല, അനിയന്ത്രിതമാകാനായിട്ട് പാടില്ല. അത്ര വലിയൊരു ബാലൻസിങ് പ്രോസസ്സിലൂടെ പോയാൽ മാത്രമാണ് വളരെ കൃത്യമായിട്ട് നമുക്ക് സാധ്യമായിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രാവർത്തികമാക്കാൻ കഴിയും. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ അങ്ങ് മുന്നോട്ട് വെച്ച കാലവുമായി ബന്ധപ്പെട്ട നിലപാടുണ്ടല്ലോ, അതിനെ ദാമോദർ ഖണ്ഡിക്കയുണ്ട്, അതിനുള്ള അങ്ങയുടെ മറുപടി. ഒപ്പം
ശ്രീ പിയേഴ്സൺ ചൂണ്ടിക്കാട്ടിയ വിമർശനത്തിൽ? കാലമാണെങ്കിലും കാലമെന്നതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിലുണ്ട്. ഓരോ കാലത്തിനും അതിൻ്റെതായ സവിശേഷതകളുമുണ്ട്. ആ സവിശേഷതകൾ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും, എങ്ങനെ ഒരു വിപ്ലവ നേതാവ് പോകട്ടെ, ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്ന പരിശോധനയും നമുക്ക് ആവശ്യമുണ്ട്. ഈ ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്നത് തന്നെ ഒരു അർത്ഥമില്ലാത്ത പ്രയോഗമാണ്. ചരിത്രപരമായി നോക്കുമ്പോൾ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സർക്കാരോ ഭരണകൂടമോ അല്ല, അത് വലതുപക്ഷമാണ്. ഇടതുപക്ഷം എന്ന് പറയുന്നത് ആ വലതുപക്ഷ ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും സംഘടിപ്പിക്കുന്ന വിഭാഗം തന്നെയാണ്. ഇവിടെ പക്ഷേ കേരളത്തിൽ വരുമ്പോൾ നമുക്ക് പ്രതിപക്ഷത്തിന് ഭരണം കിട്ടുന്നു. അവിടെയാണ് ഭരണത്തിന്റെ താല്പര്യങ്ങളും പ്രതിപക്ഷത്തിന്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ സർക്കാരിന്റെയും പാർട്ടിയുടെയും താല്പര്യങ്ങൾ ഇവയെങ്ങനെ പൊരുത്തപ്പെടുത്തിക്കൊണ്ടു പോകാൻ കഴിയും എന്ന വിഷയം വരുന്നത്. ആ പൊരുത്തപ്പെടുത്തൽ എപ്രകാരം ഭംഗിയായി നടത്താൻ കഴിയുമോ അവിടെയാണ് നമ്മുടെ ഭരണത്തിന്റെ വിജയം ആശ്രയിച്ചിരിക്കുന്നത്. ഇല്ലാതെ വരുമ്പോഴാണ് ഭരണവും പാർട്ടിയും അല്ലെങ്കിൽ ഭരണവും സംഘടനയും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നത്. ആ സംഘർഷം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് ഭരണം എന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിപ്ലവത്തിലേക്കുള്ള വഴി തുറക്കുന്ന ഒരു സംവിധാനമായി മാറ്റിയെടുക്കാൻ കഴിയും എന്നൊരു പുതിയ ചിന്താഗതി അവതരിപ്പിക്കുന്നതിൽ അവിടെയാണ് VS വലിയ തോതിൽ വിജയിച്ചത്. അതുകൊണ്ടാണ് VSനെ ഒരു നല്ല ഭരണകർത്താവ്, ഒരു തുടർ ഭരണം കിട്ടാമായിരുന്ന അവസ്ഥയിലേക്ക് ഒരു ടേം പൂർത്തിയാക്കിയ ഒരു നല്ല ഭരണാധികാരി, അതേസമയം തന്നെ വിപ്ലവത്തിന്റെ പ്രതീകമായി, വിപ്ലവത്തിന്റെ വിപ്ലവ നായകനായി ജനങ്ങൾ പ്രകീർത്തിക്കുന്നത്, ജനനായകനായി പ്രകീർത്തിക്കുന്നത്, ഇതെല്ലാം ഒരുമിച്ച് വന്ന സങ്കീർണമായ ഒരു സങ്കലനമുണ്ട്. ആ സങ്കലനത്തിലാണ് VS എന്ന വ്യക്തിയുടെ പ്രഭാവം നമ്മൾ കൂടുതലായി തെളിഞ്ഞ് കാണാൻ പോകുന്നത്. ശരി, ദാമോദർ കേൾക്കാമെന്ന് കരുതുന്നു. ദാമോദർ, ഇവിടെ ഈ പല സമരങ്ങൾ ഏറ്റെടുത്തതിന്റെ ഒരു ഘട്ടം അങ്ങ് ഓർമ്മിക്കുകയുണ്ടായല്ലോ. ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇപ്പോൾ പറയുകയുണ്ടായി, ഇതൊരു അപൂർവ പ്രതിഭാസമാണ്. നമ്മൾ ഈ PK ബാലകൃഷ്ണൻ ഇനിയാൻ റൊങ്കണ്ടയിലൊക്കെ പറയില്ലേ, അപൂർവത്തിന്റെ സാമാന്യത്തിന്റെ നിയമങ്ങൾ കൊണ്ട് അപൂർവത്തിന്റെ ചര്യകളെ വിലയിരുത്തരുത് എന്ന പോലെ VS ഒരു അപൂർവതയായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കേണ്ടത് ഒരു നൈരന്തര്യവുമോ അല്ല. അങ്ങനെ നമുക്ക് വിലയിരുത്താം. അതൊരു വ്യക്തിവാദപരമായ വിലയിരുത്തലായിരിക്കും. പക്ഷേ ചരിത്ര വ്യക്തികൾക്കുള്ള പങ്കുള്ള പോലെ തന്നെ എന്താ പറയുക, VSന് തുടർച്ചയുണ്ടാകുന്നു. VS ഒരു പ്രത്യേക കാലഘട്ടത്തിൽ VS അങ്ങനെ ആക്ട് ചെയ്തു. VS ഒരു ഏജന്റാണല്ലോ, നിലയ്ക്ക് ഒരു പ്രത്യേക സവിശേഷ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ആള്. ആ ഒരു ഘട്ടത്തിൽ അതിന് മുന്നോട്ട് കൊണ്ടുപോയ സമരം കേരള സമൂഹത്തെ രാഷ്ട്രീയവൽക്കരിച്ച നേതാവ്, അങ്ങനെ പറയാം. കേരള സമൂഹത്തെ പ്രത്യേകം 2000 ശേഷം വലിയ തോതിൽ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും സ്വന്തം പാർട്ടിയെയും യുവാക്കളെ എല്ലാം രാഷ്ട്രീയവൽക്കരിച്ച നേതാവ്. അപ്പം അത്തരം നേതാക്കളുടെ ആവശ്യം ഉയർന്നു വരുന്ന സാഹചര്യം നിലവിലുണ്ട്. നമുക്കറിയാം ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്തരം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു സാന്നിധ്യം നമുക്കിന്ന് ആവശ്യമുണ്ട്. കാര്യം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം ആണ് പലരോടും കാര്യം. എന്തുകൊണ്ടാണ് അങ്ങേയറ്റം വലതുപക്ഷവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങേയറ്റം വലതുപക്ഷ വികസനത്തിൻ്റെ രൂപത്തിൽ, വർഗീയതയുടെ രൂപത്തിൽ, അതുപോലെ തന്നെ സാമൂഹ്യമായിട്ടുള്ള പലതരത്തിലുള്ള സ്പർദ്ധ പ്രചരിപ്പിക്കുന്ന രൂപത്തിൽ പല രൂപത്തിലും വർഗീയവൽക്കരണവും വലതുപക്ഷവൽക്കരണവും വിദ്വേഷവൽക്കരണവും ഒക്കെ തന്നെ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ട സമയത്ത് നമുക്കൊരു നേതാവ് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ. കാര്യം ധാർമ്മികതയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന, ആർജവത്തോടെ സത്യസന്ധമായ രാഷ്ട്രീയം പറയാനുള്ള ആ ഒരു ജനങ്ങളെ മുഴുവൻ പലതരത്തിലുള്ള ജനകീയമായ സമരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നേതാവിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ നേതാവ് ഉയർന്നു വരികയും ചെയ്യും. അപ്പോൾ VSന് ശേഷം ഒരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിനകത്ത് ആ കണ്ണി തെറ്റുപോയെന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രതിദാനം ചെയ്ത രാഷ്ട്രീയ പാർട്ടിക്ക് അത്ര നേതാവ് നമ്മൾ കാണാത്തൊരു അഭാവം നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ ആദ്യം പ്രതികരിക്കുമ്പോൾ തന്നെ പറയുകയുണ്ടായി, ഒരുപാട് സാമുദായിക പൈശാചികതകൾ വരുന്ന ഘട്ടത്തിൽ VS എത്രമാത്രം പ്രസക്തമാണ് എന്നിപ്പോൾ അങ്ങ് ചൂണ്ടിക്കാട്ടുന്ന ഈ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം അടക്കമുള്ള കാര്യങ്ങളാണ്. ആ ഘട്ടങ്ങളിലൊക്കെ ഒരു ഒത്തുതീർപ്പിലേക്കാണ് പിണറായി പോകുന്നത്. കാരണം അയാളെ അല്ലാതെ തന്നെ മോദി റാഞ്ചി എടുത്തിരിക്കുന്നു. പക്ഷേ അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുക? അതിപ്പോൾ മൈക്രോ ഫിനാൻസ് കേസുകൾ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടാണോ, അല്ലെങ്കിൽ നിങ്ങളൊരു വർഗീയ വിദ്വേഷക പ്രചാരകനാണെന്ന് പറഞ്ഞ് ഒരു എതിർചേരിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടാണോ? നേരത്തെ സാഹചര്യമല്ല. വെള്ളാപ്പള്ളിക്ക് മുന്നിൽ ഓപ്ഷൻ ഉണ്ട്. അതൊരു പുതിയ സാഹചര്യമാണ്. അപ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ച് തന്ത്രപരമായ സമീപനം എന്ന നിലപാട് അത് VSനെ അപ്രസക്തമാക്കുന്നു, VSന്റെ രാഷ്ട്രീയത്തെ തള്ളിക്കളയുന്നതാണ് എന്ന രൂപത്തിലാണോ അതിനെ കാണേണ്ടത്? ദാമോദർ, കൂടാതെ ഒരു കാര്യം കൂടി, അങ്ങ് ഈ സ്ത്രീ പ്രശ്നങ്ങൾ ഉൾപ്പെടെ
ഏറ്റെടുത്ത ഘട്ടം വി എസിന്റെ ആ കാലഘട്ടത്തെ പറ്റി ഓർപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ പ്രസക്തമായൊരു കാര്യമുണ്ട്, ആശാസമരം മാത്രമല്ല. വി എസിന്റെ ആ കാലത്താണ് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ട്രേഡ് യൂണിയൻ രംഗത്തേക്ക് പോലും പ്രവർത്തിക്കാൻ കാനമൊക്കെ തയ്യാറാകുന്ന ഒരു ഘട്ടം വന്നത്. അപ്പോൾ അവിടേക്കൊക്കെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തെ കൊണ്ടെത്തിക്കാൻ വി എസിന് കഴിയുകയുണ്ടായി. വി എസ് ആണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിരുന്നത് എങ്കിൽ, അല്ല ഇനി ഒരുപക്ഷെ വി എസ് സജീവമായിരിക്കുന്ന ഘട്ടമായിരുന്നുവെങ്കിൽ അങ്ങ് കരുതുന്നുണ്ടോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അട്ടത്തിരിക്കുമായിരുന്നുവെന്ന്? അത് പുറത്തു വരിക തന്നെ ചെയ്യുമായിരുന്നില്ലേ? കോൺക്ലേവ് എന്ന് പറയുന്ന ഒത്തുതീർപ്പിലേക്കായിരിക്കില്ലല്ലോ കാര്യങ്ങൾ പോവുക. രണ്ടിനുമുള്ള മറുപടി. അതാണല്ലോ വി എസ് പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി. ഉദാഹരണത്തിന് തന്ത്രപരമായിട്ടാണ് വെള്ളാപ്പള്ളി ഇടപെടുന്നത് പറഞ്ഞു. വി എസ് ഇവിടുത്തെ ഒരു സാമുദായിക നേതാവ് എന്തോ പറഞ്ഞ സമയത്ത് ജാതി സംഘടന എന്ന് വിളിക്കാൻ ധൈര്യം കാണിച്ച ആളാണ്. വി എസ് ആ സമുദായത്തെ പ്രദാനം ചെയ്യുന്ന ആളല്ല. പക്ഷേ എന്നിട്ടും വി എസിന് ജനകീയമായ പിന്തുണ കിട്ടി. എല്ലാ സമുദായങ്ങളും വി എസിനെ പിന്തുണച്ചു. ഒറ്റപ്പെട്ട ധാരണ അറിയാം. എന്തുകൊണ്ടാണ് വി എസിന് പറയാനുള്ള ആർജവം ഉണ്ടായത്? ആ വി എസിൻ്റെ ജനകീയമായ അടിത്തറ. അത് വെള്ളാപ്പള്ളി നടേശനോടാണെങ്കിലും സുകുമാരൻ നായരോടാണെങ്കിലും ഏത് രാഷ്ട്രീയ നേതാവിനോട് സാമൂഹിക നേതാവിനോടാണെങ്കിലും പറയാനുള്ള ആർജവം വി എസ് ഉണ്ടായതുകൊണ്ടാണ്. വി എസിൻ്റെ അടിത്തറ സ്ട്രോങ് ആയിരുന്നുള്ളതുകൊണ്ടാണ്. വി എസിൻ്റെ അടിത്തറ സ്ട്രോങ് ആയി വി എസിന് എല്ലാ ആൾക്കാരെയും ഉൾക്കൊള്ളാനുള്ള ശേഷി വി എസിനുണ്ടായിരുന്നു. കാരണം വി എസ് ഉയർത്തുന്ന സാധാരണക്കാരുടെ പ്രശ്നമാണ്. ആ സാധാരണക്കാരൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അത് ജാതി മതത്തിൻ്റെ അകത്ത് പെടുന്ന പ്രശ്നമല്ല. അതുകൊണ്ട് അത് കേൾക്കാനും അതിന് അനുരണനം ഉണ്ടാവുന്ന വി എസിന് അറിയാം. അതുകൊണ്ട് വി എസിന് ആർജവത്തോടെ എല്ലാം പറയാൻ പറ്റും. വി എസിന് അത് പറയാൻ പറ്റാതിരിക്കും നമുക്ക് ജനകീയമായിട്ടുള്ള നമ്മൾക്ക് സമരമുഖമില്ല. നമ്മുടെ വേരുകൾ ജനകീയമല്ലെങ്കിൽ നമുക്ക് സാമുദായിക നേതാക്കളോടും ജാതി നേതാക്കളോടൊക്കെ നമുക്ക് അനുരഞ്ജനപ്പെടേണ്ടി വരും. ആ ഒരു വോട്ടും ആരും കൊണ്ടുപോകാൻ പോകില്ല. നമുക്ക് എത്ര ഇതൊക്കെ ഈ വീരവാദങ്ങളെ കയറുന്നത് പൊളിഞ്ഞ് പാളീസായിട്ടുള്ളതാണ്. പക്ഷേ വി എസ് അതിനെ പോരാടിയിട്ടുണ്ട്. വി എസ് മാത്രമല്ല, വി എഫ് സുധീരനെ പോലെ നേതാക്കൾ പോരാടിയിട്ടില്ലേ? എത്ര ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഹാരഥനായിട്ടുള്ള സാംസ്കാരിക എന്താ കേട്ടില്ല? വെള്ളാപ്പള്ളിക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. സി പി എമ്മിന്റെ വലിയ തകർച്ച മധ്യ കേരളത്തിൽ സി പി എമ്മിനെ നേരിട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പൊ വി മുരളീധരൻ തന്നെ പറഞ്ഞില്ലേ, ഞങ്ങൾ സി പി എമ്മിനെ ദുർബലമാക്കിയത് ബി ഡി ജെ എസിലൂടെയാണ് എന്ന്. തീർച്ചയായിട്ടും ബി ജെ ഡി എസ് ബി എസിന്റെ സമയം ബി ജെ ഡി എസ് എന്ന് പറഞ്ഞ സാധനം ബി എസിന്റെ ഒരു രാഷ്ട്രീയ സമയത്ത് അതും ദുർബലപ്പെട്ട് പോയനെ. കാര്യം വി എസിന്റെ രാഷ്ട്രീയം ആ നിലയിൽ ഞാൻ പറഞ്ഞില്ല, ആ നവോത്ഥാന പൈതൃകം വി എസിനുള്ളതുകൊണ്ട് വി എസിന് അത് വ്യാപകമാക്കാൻ അറിയാം. എങ്ങനെയാണ് ആ ജനകീയ രാഷ്ട്രീയത്തിലൂടെ അത് ഉയർത്തിക്കൊണ്ടറിയാം. കാര്യം ആരാണോ വി എസിൻ്റെയോ സി പി എമ്മിൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെ പേരിൽ നിന്ന് അകന്നു പോയത് അവരേതൊക്കെ രീതിയിൽ തന്നെ തിരിച്ചു കൊണ്ടുവരാമെന്നുള്ള രാഷ്ട്രീയം വി എസിന് പറയാമായിരുന്നു. കാര്യം അത് ജനകീയ രാഷ്ട്രീയമാണ്. അതിൻ്റെ മുമ്പിൽ ഞാൻ ഒരു ഒറ്റ കാര്യം ഇവിടെ ചോദിക്കാം. ഈ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ എന്ത് സാമുദായിക പ്രശ്നക്കാർക്ക് ഉന്നയിക്കേണ്ടതെന്ന് ഇവിടെ ജനങ്ങൾ മുഴുവൻ പട്ടിയ സമയത്ത് ഗവൺമെൻറ് ഇടപെട്ടതാണ് ഗവൺമെൻറ് ഉണ്ടായ നേട്ടം. അതാണ് സെബാസ്റ്റ്യൻ പോൾ സാറ് പറയുന്ന കാര്യം. ഗവൺമെൻറ് ഏത് സമുദായ നേതാവാണ് അവിടെ വോട്ട് പിടിച്ചു കൊടുത്ത കാര്യം പ്രശ്നം. അവിടെ ഒരു സീരിയസ് പ്രശ്നം കോവിഡുമായി ബന്ധപ്പെട്ട സമയത്ത് എല്ലാത്തിലും അധികമായി ഗവൺമെൻറ് ഇടപെട്ടു. അതിന് ഗുണഫലം ആ ഗവൺമെൻറ് കിട്ടും ചെയ്തു. അവിടെയാണ് ജനകീയമായിട്ട് ഇടപെടൽ വരുന്നത്. അവിടെയാണ് ക്ഷേമമുള്ളത്. അപ്പോൾ അതൊക്കെ ജാതി സമുദായ സമവാക്യങ്ങൾക്ക് അപ്പുറത്തുള്ള രാഷ്ട്രീയമാണ്. കാര്യം അവിടെ ജനങ്ങൾ നേരിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം വേണു ചോദിച്ചത് ഈ സിനിമാ മേഖലയെ ബന്ധപ്പെട്ട് തീർച്ചയായും വീശിന്റെ നിലപാട് പ്രസക്തമായിരുന്നു. കോൺക്ലേവിലേക്കല്ല, നടപടികളിലേക്കായിരിക്കും പോവുക. കയ്യാമ വെച്ച് നടത്തപ്പെട്ടുമായിരുന്നു. പല ആൾക്കാരും തങ്ങൾക്ക് ലഭിച്ച പരിരക്ഷ, പലതരം രാഷ്ട്രീയ പരിരക്ഷ പോലും വന്നില്ല. വി എസ് പറയുമായിരുന്നു പരിരക്ഷ ഇല്ലാത്തവരാണ് ഇവരെ മാറ്റി നിർത്താൻ വി എസ് ഉറപ്പായി പറയുമായിരുന്നു. ആ ആർജവം വി എസ് ആണ്. അതുകൊണ്ട് വി എസ് ജനകീയ പിന്തുണ അതെന്തുകൊണ്ട് നഷ്ടപ്പെടുന്നുള്ള കാര്യം നമുക്കിപ്പോൾ ആലോചിക്കേണ്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമ്മൾ വി എസിനെ അനുസ്മരിക്കുന്നത്. കാര്യം വി എസിനെ അനുസ്മരിക്കും, വി എസിൻ്റെ മാതൃകയാണ് അനുസ്മരിക്കുന്നത്. ആ മാതൃക എന്തുകൊണ്ട് പിൻപറ്റാൻ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതൊരു സങ്കടകരമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ആ വി എസിനെ പിൻപറ്റാൻ പറ്റാത്തതിൻ്റെ കാരണം വി എസ് പ്രദാനം ചെയ്തൊരു ഇടതുപക്ഷ ധാർമ്മികതയാണ്. ആ ഇടതുപക്ഷ ധാർമ്മികത കുറിച്ച് ആർക്കും ഇതില്ല, അതിനെക്കുറിച്ച് വലിയ സന്ദേഹങ്ങളില്ല. അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ഇടതുപക്ഷ ധാർമ്മികതയെക്കുറിച്ച് വലിയ തരത്തിലുള്ള ഒരു ആലോചനയില്ല. എങ്ങനെയാണ് ഇടതുപക്ഷ ധാർമ്മികത പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ പറയുന്ന വികസനത്തെക്കുറിച്ചും നവലിബർ വികസനത്തെക്കുറിച്ചും മധ്യവരുമാന രാഷ്ട്രമാവുന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ സങ്കല്പങ്ങൾ. അപ്പോൾ ഈ ധാർമ്മികത ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു മൂല്യപരമായിട്ടൊരു സവിശേഷത എല്ലാ കാലത്തും ഉണ്ടായിരുന്നതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കേരളത്തിലെ കർഷക സമരങ്ങളും കേരള തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന ഫാക്ടറി തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന ഈ ഒരു രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇതുകൊണ്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിനും വൈക്കം സത്യാഗ്രഹത്തിനൊക്കെ പോയി ഗുരുവായൂർ പ്രത്യേകിച്ച് ഇടപെടാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ധാർമ്മിക രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ അന്ന് വിപുലപ്പെടുത്തിയത്, അങ്ങനെയാണ് ജനകീയ വിപുലപ്പെടുത്തിയത്. ഇതിനേക്കാൾ വലിയ സാമുദായികയും ജാതി അന്ധതയും നിലനിന്ന കാലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെതിരെ ഫൈറ്റ് ചെയ്ത് വന്നത്. ആരവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരൊക്കെ ഭയപ്പെടാൻ പോവുകയും ഇവരോടൊക്കെ സന്ധി ചെയ്യാൻ പോകുമ്പോഴും ഇവരൊക്കെ കണ്ട് കവാത്ത് മറക്കുമ്പോഴാണ് സംഭവിക്കുന്നത് എന്താണ് ജനകീയ അടിസ്ഥാനം നടപ്പെടുന്നത്. പക്ഷെ അതിന്റെ പ്രത്യാഘാതം പെട്ടെന്ന് കാണില്ല, പെട്ടെന്നായിരിക്കും പ്രത്യാഘാതം. ഇന്നിപ്പോൾ നമുക്ക് ചിലപ്പോൾ അതിന്റെ ഗുണഫലങ്ങൾ കിട്ടാവും, പക്ഷെ ദീർഘകാലം നോക്കുമ്പോൾ നഷ്ടം തന്നെയാണത്. വലിയൊരു നഷ്ടം തന്നെ സംഭവിക്കുക. കാര്യം സ്വന്തം മണ്ണാണ് വിട്ടുകൊടുക്കുന്നത്. ആ മണ്ണ് വിട്ടുകൊടുക്കുന്ന രാഷ്ട്രീയത്തിലേക്കാണ് നമ്മൾ പോകുന്നുള്ള ഒരു ഗതികേട് വി എസിനെ അനുസ്മരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതാണ്.
ശരി, നന്ദി ദാമോദർ. അവസാനമായി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഏറ്റവും അവസാനം ദാമോദർ പറഞ്ഞ വളരെ പ്രധാനമാണ്. ഇപ്പോൾ നേട്ടമുണ്ടാകും, പക്ഷേ അതിനുവേണ്ടി വിട്ടുകൊടുക്കുന്നത് സ്വന്തം മണ്ണായിരിക്കും എന്ന്. ഇപ്പോൾ ഈ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടതെല്ലാം വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിക്കുന്നയാൾ എന്ന നിലയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ പേര് ഇവിടെ ഉയർത്തപ്പെടുകയാണ്. അത് എത്രമാത്രം ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഗുണം നൽകുന്നതാണ്? ഇപ്പൊ എന്തെങ്കിലും നേട്ടമുണ്ടാകുമായിരിക്കാം, പക്ഷെ അതാണോ ദാമോദർ ചൂണ്ടിക്കാട്ടുന്ന പോലെ അതൊരു ഭൂമി വിട്ടുകൊടുക്കലാണ്? അതെ, ശ്രീ ദാമോദർ ചൂണ്ടിക്കാണിച്ചതുപോലെ വി എസിനെ വ്യത്യസ്തനാക്കുന്ന കാരണവും അതുതന്നെയാണ്. വി എസ് ഒരിക്കലും വോട്ടിന്റെ പുറകെ പോയിട്ടില്ല. അദ്ദേഹത്തിന് ജനപിന്തുണ അല്ല ആവശ്യമായിരുന്നത്, അദ്ദേഹം ജനത്തോടൊപ്പമായിരുന്നു. അങ്ങനെ വരുമ്പോൾ സമീപനങ്ങളിൽ നമ്മൾ സ്വീകരിക്കുന്ന മാർഗങ്ങളിൽ ഒക്കെ മാറ്റങ്ങളുണ്ടാവും. അതുകൊണ്ട് വി എസ് സജീവമായി പ്രവർത്തിച്ചിരുന്ന കാലത്തും വി എസ് ഇപ്പോൾ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും എല്ലാം ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ SNDP ആയാലും മറ്റേത് വിഷയമായാലും ഒരു മതാടിസ്ഥാനത്തിലൊക്കെ വരുമ്പോൾ വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കുമായിരുന്നു. അങ്ങനെ വ്യത്യസ്തനായ ഒരു നേതാവിനെയാണ് നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു നേതാവിന്റെ ആവിർഭാവം നമ്മൾ ഉടനെ സമീപ ഭാവിയിൽ കാണുന്നുമില്ല എന്ന ഒരു ആശങ്കയോടെ ആണ് ഈ ചർച്ചയുടെ അവസാനം ഞാൻ എത്തിയിരിക്കുന്നത്. വളരെ നന്ദി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ NM പിയേഴ്സൺ, ശ്രീ ദാമോദർ പ്രസാദ്. PS-നെ അനുസ്മരിച്ചതിൽ രാഷ്ട്രീയ ജീവിതത്തെ ഇപ്പോഴത്തെ വെല്ലുവിളികളുടെ ഘട്ടത്തിൽ അടയാളപ്പെടുത്തിയതിൽ